അല്ല നിങ്ങളുടെ മീഡിയക്കാര് പറഞ്ഞിട്ട് ചെയ്താണോ? അല്ല ഞാൻ ചോദിച്ചത് അത് ഏതൊക്കെ കുറച്ച് മീഡിയസ് ആണല്ലോ എടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞിട്ട് ചെയ്തതാണോ എന്ത് ആ ഒരു കണ്ടന്റ് ചെയ്തത്? അതിങ്ങനെ ചെയ്ത കത്തും ചർച്ചാ വിഷയമാവെന്ന് പറഞ്ഞു. റീൽസ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു. ഇതാണ് അയാള് ഷാജി. എടാ മായും പൂവും തായൊക്കെ വിളിക്കാൻ ഇഷ്ടംപോലെ കഴിവ് എനിക്കുണ്ട്. അത് ഇതിലൂടെ വീഡിയോയിലൂടെ അല്ല, നേരിട്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് വിളിക്കാനുള്ള കഴിവുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കടത്തിൽ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഷെഡിയും ബ്രായും ഇട്ട് നടക്കുന്ന പെൺകുട്ടികള് ആണല്ലോ. അല്ല ഇതൊക്കെ ശരിക്കും സജസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു, നമ്മൾ എന്ത് കാണുന്നു എന്നുള്ള അനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത്. ഈ സെർച്ച് ചെയ്യുന്ന നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വരും. ഞാനത് പേടിച്ചു പോയി. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളെ സെർച്ച് അതാണ്. നമ്മൾ സെർച്ച് ചെയ്യാറില്ല. ആക്ഷൻ കാണിക്കുന്നേ ഉള്ളൂ. എനിക്ക് പറ്റിച്ചു, അവിടെ പറ്റിച്ചു പുള്ളി. അവിടെ പറ്റിച്ചു. ഇത്രയൊക്കെ കാണിച്ചു വിട്ടിട്ട് ബിഗ് ബോസിൽ കയറാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ? ഇല്ലടോ, കണ്ണീരല്ല. കണ്ണിന് നമുക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത്രേ ഉള്ളു. അതുകൊണ്ട് വേറെ ബിഗ് ബോസിൽ കേറാൻ പറ്റും. നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയ താരങ്ങളായ അഭിലാഷ് ആട്ടയവും സുനിമോളും ആണ്. നമസ്കാരം. നമസ്കാരം. അഭിലാഷ് ആട്ടയത്തിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കത്തിച്ച രണ്ട് താരങ്ങളാണ് നിങ്ങൾ ഒരിടയ്ക്ക്, അല്ലെ? ഒരു ലിപ് ലോക്ക് സംഭവം ചെയ്ത് ഭയങ്കരമായിട്ട് വൈറലായി, വിവാദങ്ങളായി, ഒരുപാട് ആളുകൾ പല പല വീഡിയോസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് പറയാമോ അതിന്റെ ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം? അതിന് മുമ്പ് കത്തിച്ചൊന്നും ഞാൻ പറഞ്ഞു, കത്തിയാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് കത്തിയായിരുന്നു. കാരണം ഏറെ കയറി അത് എനിക്ക് ചേച്ചിയുടെ അഭിപ്രായം അറിയണ്ട. നമ്മള് പ്ലാൻ ചെയ്ത് വന്നൊന്നുമല്ല, അപ്പോഴും നമ്മളങ്ങനെ ലിപ്ലോക്ക് ചെയ്തു, അങ്ങനെ വൈറലായി. അപ്പൊ ആ ഒരു സംഭവം ചെയ്തതിനു ശേഷം ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് ആദ്യം ഒന്ന് കളിയാക്കിയായിരുന്നു. സിനിമകൾ ഇങ്ങനെ ലിപ്ലോക്ക് ഒക്കെ ചെയ്ത് ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചു. ബോയ് ഫ്രണ്ട് ആയിരുന്നു കൂടുതൽ എനിക്ക് സപ്പോർട്ട്. എനിക്ക് ഗേൾ ഫ്രണ്ട്സും എനിക്ക് ബോയ് ഫ്രണ്ട് ആയിരുന്നു സപ്പോർട്ട്. ഇപ്പോഴും അവര് സപ്പോർട്ട്. ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പം ഒരു ഷെയ്ക്കാൻഡേനെയും ലിപ്ലോക്ക് എന്നാ കളിയാക്കുന്നത്. സുനി പുള്ളി ചോദിച്ചതിന് മറുപടി നമ്മൾ കൊടുത്തില്ലല്ലോ. ഇത് ചെയ്യാനുള്ള കാരണം ചോദിച്ചിട്ടാണ്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയുള്ള ഒരു പരിപാടിയാണ്, സ്വപ്നമാണ്. ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ കാരണം എന്ന് വെച്ചാൽ അത് കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഒരു ഘടകമാണല്ലേ എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. നിസ്സാരമല്ല അത്. കാരണം ഓടിച്ചെന്ന് നമ്മൾ എന്താ പറയുക, ഇതിൽ കടയിൽ നിന്ന് അരക്കിലെ മനസ്സാരം അങ്ങനെ പോലെ എല്ലാം അറിയാം. അപ്പൊ ഞാന് ആ ഇടയ്ക്ക് പെരേര സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വാർത്ത ഉണ്ടായി. നമ്മുടെ രേണു സുധീരെ വീട്ടിൽ കിടന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഒരു ചർച്ച വന്നു. എല്ലാവരും അത് നെഗറ്റീവും പോസിറ്റീവായിട്ട് ചർച്ച വന്നു. അപ്പൊ ഞാൻ അന്നേരം എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ ഇനിയിലേക്ക് വലിച്ച് ഇറക്കേണ്ട കാര്യമില്ല. എടാ നിനക്ക് ചർച്ച വേണം, കാരണം പലരും ഇതിൽ വന്നേക്കണവര് പല ചർച്ചയിലൂടെയാണ് വന്നത്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ചർച്ചയിലൂടെയാണ് വന്നേക്കണം. അപ്പൊ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വീഡിയോ പിടിക്കുന്ന സമയത്തും ചിലരും പറഞ്ഞു, ആ വ്യക്തികളുടെ പേര് നമ്മൾ പറയണത് ശരിയല്ല, അത് അങ്ങനെ സംഭവിച്ചൊരു കേസ്. പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിയുമ്പോൾ നേരെ വീട്ടിലേക്കാണ് പോണത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോണേ, നമ്മുടെ കൂട്ടുകാരെ ഫേസ് ചെയ്യും. ഇതൊന്നും ചിന്തിച്ചില്ല ആ നിമിഷം. സുനിമോളാണെങ്കിലും എല്ലാവരും ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങള് ലിപ് ലോക്ക് സീൻ ചെയ്തപ്പോഴാണ് നിങ്ങള് സുനി ചേച്ചിനെ ആളുകൾ കൂടുതൽ അറിഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങള്? ഞാൻ നെഗറ്റീവ് കണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് പച്ചത്തെറിയൊന്നും ഞാൻ നോക്കാറില്ല. അല്ല പലരും റീൽസ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു. ഇതാണ് അയാള് ഷാജി. ഷാജി പാപ്പറല്ല, ഷാജി. അപ്പൊ ഇവനോട് രണ്ട് വർത്തമാനം എനിക്ക് പറയാനുണ്ട്. ഷാജി കേട്ടോ,
ഇവൻ ചിലപ്പോ ഇതിലോട്ട് റീച്ച് ആവുമെന്ന് തോന്നുന്നു. കാരണം അല്ല, ഇവന് റീച്ച് ആവാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് കളിക്കുന്നതെന്നുള്ള കാര്യം ഏത് കൊച്ചിനും അറിയാം. ഇവന് കണ്ടന്റ് ഒന്നുമില്ല, കണ്ടന്റ് അട്ട് ഇവൻ എന്താ പറഞ്ഞത്, ഇപ്പൊ നമ്മള് ഒരു ചാനലിൽ കയറി തെറി പറയുന്നത് ശരിയല്ലോ, അത് ചാനലിനെയും ബാധിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ അത് എന്തെങ്കിലും ഫേസ്ബുക്കിന്റെ ഒരു ഇതിൽ വരും, അപ്പൊ പറയുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഷാജി, നിനക്ക് എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന്താന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കണത്, അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ മോന്ത ഇപ്പൊ ചോക്ലേറ്റിനെ പോലെ ഇരിക്കുന്നത് ഞാൻ പറയണത്, എന്റെ മുഖം ഇതുപോലെ തന്നെയാണ്, ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്, മനസ്സിലായില്ലേ? പിന്നെ നിന്റെ മോന്തയും കൂടെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. പിന്നെ നമുക്ക് എന്താ മുഖമോ അല്ലെങ്കിൽ ഗ്ലാമറൊന്നും അല്ല, നമുക്കൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എന്താ പറയാ, നമുക്ക് ആയുസ് തീരണം വരെ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണേൽ ഏറ്റവും നല്ലത്. അല്ല കുറെ സൗന്ദര്യം കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ നേരിട്ട് മെസ്സേജ് അയച്ചായിരുന്നു, എനിക്ക് കലിപ്പ് കയറിയിട്ടെ. അപ്പോഴ് ഒരു ചിരിക്കുന്ന ഫോട്ടോ ഇട്ട് തന്നു. ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് ചിരിക്കുന്നത്, കരയിപ്പിക്കണമെങ്കിൽ വരെ. അന്നേരം ഞാൻ പറഞ്ഞു വാടാന്ന്. അന്നേരം എന്നെ കിട്ടിയ അവൻ അടിക്കുമെന്നുള്ള ഇതിലാണ് അവൻ സംസാരിച്ചേക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ട് അവൻ ഗൾഫിലാണെന്നും കണ്ട് പറയുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, വാ നേരിട്ട് വാ, നീ ഈ വീഡിയോക്കകത്തിരുന്ന് നീ അടിക്കും അങ്ങനെ ഇങ്ങനെയാന്ന് പറയാതെ നേരിട്ട് വാ. നേരിട്ട് വന്നു കഴിഞ്ഞാൽ അടി ഞാൻ പൊട്ടിക്കും, അത് ഉറപ്പ് തന്നെ. മോശമായിട്ടാണ്. അല്ല, അവന് ഞങ്ങളുടെ വീഡിയോ മാത്രമല്ല ഓരോരുത്തരുടെ വീഡിയോ അവൻ ചൊറിഞ്ഞിട്ട് ഇടുന്നുണ്ട്, വീഡിയോ എടുത്തുണ്ട്, മനസ്സിലായേ? എടാ ഷാജി, നമ്മളെ കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് തിരിച്ച്. എടാ നിന്റെ കൂടെ വരില്ലായിരിക്കും, ചിലപ്പോ നമ്മുടെ കൂടെ വന്നോണ്ടല്ലേ നീ കാണുന്നത്. എന്റെ കൂടെ ചിലപ്പോ ആൾക്കാർ റീൽ ചെയ്യാൻ വരണായിരിക്കും. അല്ല, അതിന് അവനെന്താണ്, നമ്മൾ അവന്റെ അടുത്തേക്ക് പോകണല്ലോ. അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവന്റെ അടുത്തേക്ക് നമ്മൾ പോണില്ലോ. ഷാജി എന്ന് പറഞ്ഞ ആളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? എടാ നീ ചെയ്യുന്ന വീഡിയോസ് സ്വന്തം കണ്ടല്ല, കരക്കാരെ വീഡിയോ മോഷിച്ചുകൊണ്ട് പല ചാനലുകാരും കഷ്ടപ്പെട്ട് എടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് എടുത്തു കൊണ്ടുവന്നിട്ടാണ് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇവൻ മൈത്താണ്ടി എന്ന് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അവന്റെ വീട്ടിൽ വിളിക്കുന്ന രീതിയിലുള്ള പലരും വിളിക്കുന്ന രീതിയിൽ മൈത്താണ്ടി എന്ന് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ അതിനും വലിയ തെറി പറയാൻ അറിയാം, പക്ഷെ അത് പറയുന്നില്ല, മനസ്സിലായില്ലേ? നമ്മളൊരു അത്ര തര തന്നിട്ടില്ല അവനെ അത്ര, അതുകൊണ്ട് തെറിയില് അവനാണെങ്കിൽ വെറും വൃത്തിയിട്ട രീതിയിലാണ് ഈ ചീത്ത വാക്ക് റിയാക്ഷൻ എനിക്ക് മുട്ടി നിൽക്കുകയാണെന്നുള്ള സംസാരം വരെ ഇതിലുണ്ട് വീഡിയോക്കകത്ത്, മനസ്സിലായി? എന്നിട്ട് ഞങ്ങളൊരു പാർക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് റീൽ ചെയ്യാൻ വേണ്ടി ഈ ക്യാമറയെല്ലാം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അല്ല നമ്മൾ ഒന്നും കാണിക്കൂല. അവൻ ആ മൈൻഡ് പോലും അവൻ അറിയത്തില്ല. ഒരു ക്യാമറയുടെ മുമ്പിൽ ഇന്ന് ഞങ്ങൾ അല്ലാത്ത രീതിയിലൊന്നും കാണിക്കത്തില്ല, അത് അഭിനയം മാത്രമാണെന്ന് അവന് ചിന്തിക്കാനുള്ള മൂളവർക്കില്ല. അവൻ ഒരു പാർക്കിംഗ് സെക്ഷനിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അഭിലാഷേട്ടൻ പറഞ്ഞ് റോഡിലൊന്നും ചെയ്യണ്ട, ആർക്കും ഒരു തടസ്സമാവണ്ട. പാലത്തിന്റെ കീഴിൽ നിന്ന് എന്തോ മുട്ടി ചെയ്യുന്നതാ പറഞ്ഞു. അല്ല, നിങ്ങളുടെ മീഡിയക്കാര് പറഞ്ഞിട്ട് ചെയ്താണോ? അല്ല, ഞാൻ ചോദിച്ചത് അത് ഏതൊക്കെ കുറച്ച് മീഡിയാസ് ആണല്ലോ എടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞിട്ട് ചെയ്തതാണോ എന്ത് ആ ഒരു കണ്ടന്റ് ചെയ്തത്? അതിങ്ങനെ ചെയ്ത ചർച്ചാ വിഷയമാണെന്ന് അല്ല, എന്ന് അവരാരെങ്കിലും പറഞ്ഞു? അത് നമ്മൾ പറയുന്നില്ല. അല്ല, ചാനലിന്റെ പേര് പറയാനല്ല ഞാൻ പറഞ്ഞ, അവര് പറഞ്ഞിട്ട് ചെയ്താണോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താണോ? ഈ ഒരു കണ്ടന്റ് ചെയ്ത് കഴിയുമ്പോ എന്ന് പറയുമ്പോൾ അത് ചെയ്യാമെന്ന് ചോദിച്ചു, അങ്ങനെ അല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് സന്തോഷ് വർക്കി അല്ലെങ്കിൽ സ്പിരിനെ കൊണ്ട് പല മീഡിയാസ് പലതും ചെയ്യിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. അതല്ല, എന്റെ ഹസ്ബൻഡിനും എന്റെ മോൻ നല്ല സപ്പോർട്ടാണ് എനിക്ക്. എന്റെ മോനും എന്റെ ഹസ്ബൻഡിനും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും ഇല്ലാത്ത സങ്കടമാണ് ഈ ഷാജി എന്ന് പറയുന്നത്. ഷാജിക്ക് കഴപ്പല്ലാണ്ട് പിന്നെ എന്താണ് പറയണത്? കാരണം അവൻ കുറെ വീഡിയോസ് അവിടെ നിന്നൊക്കെ മോഷിച്ചു കൊണ്ടുവന്നിട്ട് പറയുന്നു, മനസ്സിലായില്ലേ? അവൻ ആദ്യമേ നന്നാവട്ടെ, എന്നിട്ട് മറ്റുള്ളവരെ. എടാ, മായും പൂവും തായൊക്കെ വിളിക്കാൻ ഇഷ്ടംപോലെ കഴിവ് എനിക്കുണ്ട്. അത് ഇതിലൂടെ വീഡിയോയിലൂടെ അല്ല, നേരിട്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് വിളിക്കാനുള്ള കഴിവുണ്ട്. ഒരു പച്ച തെറി വിളിച്ചിട്ട് കേൾക്കാൻ പോലും കൊള്ളാത്ത തെറി വിളിച്ചിട്ട് എന്നെ അടിക്കണമെന്ന്
അത് അവന്റെ വീട്ടിൽ ഇരിക്കുന്ന ആരെങ്കിലും അടിക്കത്തേ ഉള്ളൂ. അതല്ലേ നടക്കുള്ളൂ. അല്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം അത്യാവശ്യം കരോട്ട എല്ലാം പഠിച്ചു വെച്ചിരിക്കുവോ ഞാൻ. ട്രാഫിക്ക് ഞാൻ 6 കൊല്ലം കിടന്ന് ഫൈറ്റ് ചെയ്ത കൊട്ടാരക്കര. എന്റെ സുനി അടിക്കുവല്ലോ ഞൊടിക്കുവാൻ അവന്റെ ഞാൻ പറയാൻ ഇങ്ങനെ പറയിപ്പിക്കല്ലേ, വലിച്ചു കീറിയോട് ഇടും. അവനൊന്നും നേരിട്ട് വരില്ല. അവനെ എവിടെ നിൽക്ക്, അവനെ ഒരു മുറിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ പിടിച്ച് ചെയ്യണന്മാരാണത്. അത് എവിടെയെങ്ങാണ്ട് കിടന്നു, മനസ്സിലായില്ലേ? ചില ഞാൻ കാണട്ടെ, ചില ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് വന്ന് തെറി പിറന്ന മാന്യന്മാരെ കണ്ടിട്ടുണ്ട്. സ്വന്തം തന്തയില്ലാത്തത് കൊണ്ടായിരിക്കും ആ ഫേക്ക് ഐഡി ഉപയോഗിക്കുന്നത്. നിക്ക് എടാ, ഈ യഥാർത്ഥ ഐഡിയയിൽ വന്നിട്ട് പറ, എന്തെങ്കിലും തെറി വിളിക്കണമെങ്കിൽ ഞാൻ അഭിലാഷാട്ടെ, ഇത് സുനിമോള്, അങ്ങനെയുള്ള രീതിയിലല്ലേ, മനസ്സിലുണ്ടോ? നമ്മളെ അറിയുന്നില്ല. അല്ലാണ്ട് ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്ത് പുല്ല് കാണിക്കാനാണ്? ഒരു കാര്യമില്ല. വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തന്തയുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ അത് തന്തയ്ക്ക് ഉണ്ടായ രീതിയിൽ വരണം. അല്ലാണ്ട് നിൽക്കെ എന്റെ തന്ത മറ്റേ ഷാരൂഖ് ഖാനാണെന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാന്റെ ഉടം വെച്ചല്ല ഒന്ന് വിളിക്കണ്ടത്, അല്ലേ? അല്ല, എന്റെ ഐഡിയയിലാണ് ഞാൻ അഭിലാഷാട്ടെ. ഞാൻ വേറെ ഐഡിയ ഒന്നും എനിക്കില്ല, ഉള്ളതിനും പറയാലോ. ആണല്ലോ. അല്ല, അത് കൊച്ചു പിള്ളേര് കാണുന്ന ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ, ഇവന് ആ വീഡിയോ എടുത്തിട്ട് ഇടേണ്ട എന്തിനാണ്? കാരണം എന്ന് വെച്ചാൽ ഈ വീണ്ടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണോ? ഉദ്ദേശം ആണല്ലോ. അത് കഴിഞ്ഞല്ലോ. അപ്പൊ അവൻ കാണുന്നില്ല ഈ ഇൻസ്റ്റയില് ചില ആളുകൾ, ഞാൻ പറയുന്നില്ല ലേഡീസ് കയറിക്കും. അപ്പൊ പല അതില് എന്താ പറയാ, കാണുന്ന സ്ഥലത്തെല്ലാം മൂത്രം ഒഴിക്കുന്ന പെണ്ണുള്ള കണ്ടന്റ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. മറ്റേ ജാക്കറ്റ് ഇട്ട് നടക്കുന്നത്, അതൊന്നും ഇവൻ കാണുന്നേ ഒന്നുമില്ല. അന്ന് കാണും. ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞത് മാത്രമല്ലേ ഉള്ളൂ, ആണല്ലോ. അത് നമുക്ക് കാണുന്നതായിരിക്കും അല്ലേ? ഇത് ഞങ്ങൾ മാത്രം നിന്ന് റീല് കൈ പിടിച്ച് കറക്കുന്നു, ഇതൊക്കെയാണ് അവന് വലിയ തെറ്റ് അല്ലേ? ഇതിൽ വലിയ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഒരു സുഹൃത്തെ, ഒരു കുട്ടിയെ പീഡിപ്പിച്ചിട്ട് മിണ്ടാണ്ട് എന്താ പറഞ്ഞ മൈൻഡ് ചെയ്യേണ്ടി നിന്ന രാജ്യമാണ്. അതല്ല പറഞ്ഞത്, കുഞ്ഞു കുട്ടികളെ അത് പറയല്ലേ ശരി. നിന്റെ ആയിക്കോട്ടെ എന്റെ അമേരിക്ക അല്ലത്, കേരളമാണ്. നീ അങ്ങോട്ട് കൊട്ടാരക്കരയ്ക്ക് പോകും, ഞാൻ ഇവിടെ തന്നെ വേണം. എനിക്ക് ഞാനിങ്ങനെ വീട്ടിൽ കയറി എന്ന് പറയാം, ബിഗ് ബോസിൽ വരും എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി. സത്യം, അതായത് ഞാൻ പ്രേക്ഷകരോടൊരു കാര്യം പറയാം. ഞാൻ ഈ ലിപ് ലോക്ക് കണ്ടന്റ് വീട്ടിൽ കയറുന്ന പോലെ പോയിട്ട് ബിഗ് ബോസിൽ വരും, അതുകൊണ്ട് ഇതൊരു കണ്ടന്റാന്ന് പറഞ്ഞാണ് കയറിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഷാജി പറഞ്ഞ പോലെ പാലത്തിന്റെ അടിയിൽ കിടക്കുന്ന ഒരു കലാകാരനെ അവന്റെ വീഡിയോ എടുത്ത് തന്നെ ആടേ ഞാൻ ബിഗ് ബോസിൽ വരും, അതിനുള്ള ഇത് വിളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ കയറിയത്. ഇങ്ങോട്ട് ചോദ്യം വന്നു, നിങ്ങളെന്താ ലിപ് ലോക്ക് ചെയ്ത സത്യമാണോ? അതെല്ലാം വെട്ടിക്കൂട്ടല്ലേ. സുനിമോളൊന്ന് പരിചയപ്പെടുത്താവോ ഓഡിയൻസിന്? പിന്നെ എന്റെ നാട് കൊട്ടാരക്കരയാണ്. എന്നെ കല്യാണം കഴിച്ചിട്ട് വന്നത് തൃശ്ശൂർ കേച്ചേരിയിലാണ്. അപ്പോഴ് അവര് വലിയ ഫാമിലിയൊക്കെയാണ്, അവരും കണ്ടു കാണും. ഒന്നും എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ഹസ്ബൻഡ് ഷാർജയിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. മോനുണ്ട്, ബികോം പഠിക്കുന്നു. പ്രൊഫഷൻ എന്താണ്? ഇതാ, ഞാൻ ട്രാഫിക്കിലായിരുന്നു ആദ്യമേ, കൊട്ടാരക്കര ട്രാഫിക്കിലായിരുന്നു 6 കൊല്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് മാറി. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ഡബ് ചെയ്ത്, പിന്നെ മേക്കപ്പ് ചെറുതായിട്ട് ചെയ്യും, ഹെയർ സ്റ്റൈലൊക്കെ. പിന്നെ ആർട്ടിസ്റ്റായിട്ട് എനിക്ക് കൊച്ചിലേ ഉള്ള ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം. അന്നേരം കൊച്ചിലെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അഭിനയത്തിലോട്ട് പോകുന്നത്. എനിക്ക് കൊച്ചിലേ ഉള്ള ഇഷ്ടമായിരുന്നു അഭിനയം. എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഒരു ചെറിയ ചെറിയ വേഷങ്ങളെല്ലാം 10-37 സിനിമയായി, സീരിയലായി, ആൽബമായി. പിന്നെ കൊണ്ടലിറങ്ങി, മുറ ഇറങ്ങി, ജഗദമ്മ 7ാം ക്ലാസ് B ഇറങ്ങി. അതിലൊക്കെ പോസ്റ്റുമനായിട്ടും ഡയലോഗും ചെറിയ ഡയലോഗും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ മത്സ്യന്റെ അനിയന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു, വീസ ഇങ്ങനെ പൊടി വീശിയായ സമയത്ത് പറഞ്ഞ ചിലരുണ്ട്. സ്വയം കുഞ്ചാക്കോ എന്നാ വിളിക്കുന്നത്. ചോക്ലേറ്റ് ബോയ് എന്നാണല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നടന്ന് ഒരാളെ വിളിച്ചു, ചോക്ലേറ്റ് ബോയ് വിളിച്ചു. 3ാമത് വിളിച്ചപ്പോ പുള്ളിയുടെ സ്വരം മാറിയിട്ട് ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ലിപ് ലോക്കിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം പറയാം. മലയാള സിനിമ തുടങ്ങിയ കാലം തൊട്ട്
അതായത് സിനിമയിൽ സെക്സ് പരമായിട്ടുള്ള സീൻസ് ആഡ് ചെയ്തിരുന്നു. അത് നമ്മുടെ വലിയ സംവിധാനം പത്മരാജൻ സാറ്, ഭരതൻ സാറ്, അവരെ ഈ സിനിമകൾ നമ്മൾ കാണുമ്പോൾ തകര പോലത്തെ സിനിമകൾ ഭരതൻ സാറിന് അറിയാലോ, സെക്സ് സീൻ അവിടെ ഇതായി എന്ന് വെച്ച് ഒരു ഫാമിലി പോലും സിനിമ കാണാൻ ചേർന്ന് പോകേണ്ടിരുന്നില്ല. ആണല്ലേ ഫാമിലി ആയിട്ടുള്ള സിനിമ കാണാൻ പോകുന്നത് അല്ല. ഇന്നത്തെ കാലം പോലെ അന്ന് പോയിരുന്ന IVC സാറിന്റെ മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയവർ അഭിനയിച്ചിരുന്ന, ജയൻ സാറ് ഒക്കെ അഭിനയിച്ചിരുന്ന സിനിമകളില് ബാലങ്കി സാർ അഭിനയിച്ച കഥാപാത്രം, TG രവി സാർ അഭിനയിച്ച കഥ, മമ്മൂക്ക, ലാലേട്ടൻ സെക്സ് സംബന്ധമായ ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ പോകുന്ന ഫാമിലി, അച്ഛനമ്മ, കുടുംബമായിട്ട് പോയാലും അവരത് കണ്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്നാണെങ്കിൽ തെറ്റാ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതിനിർവ്വയം എന്ന് പറഞ്ഞ പടം റീമേക്ക് ചെയ്തിറങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ച് ഫാമിലി വന്നിട്ട് അവര്, അതായത് അതിനകത്തൊന്നുമില്ല സത്യം പറഞ്ഞു, കാർട്ടൂൺ കാണുന്ന രീതിയായിരിക്കും. കാരണം നമ്മൾ വല്ലതും ഉണ്ടെന്ന് ഓർത്താണ് പടത്തിന് കയറി. പക്ഷെ കാർട്ടൂൺ കണ്ട ഇതിലും ഉണ്ടെന്ന് കയറി ഇരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നുമില്ലാതെ, പക്ഷെ എന്നിട്ടും ആ പാട്ടിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ വന്നു, ആ പാട്ടിന്റെ ഇടയ്ക്ക് അത് ഞാൻ നോക്കിയപ്പോൾ പലരും ഇങ്ങനെ കണ്ണൊക്കെ പൊത്താം. കണ്ണ് പൊത്തുമ്പോഴും ഈ കണ്ണിന്റെ ഇതിലൂടെ ഇങ്ങനെ വിരൽ വെച്ചുണ്ട്, മനസ്സിലായി എങ്ങനെ കാണാനില്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടം. പിന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുന്നത്, ഫഹദ് ഫാസിൽ സാറ്, ടോവിനോ ചേട്ടൻ, നായകൻ എന്ന് പറഞ്ഞ മൂവിയില് ഭാവന ചേച്ചിയുടെ. പക്ഷെ സിനിമകളിൽ ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതും വ്യത്യാസമില്ല. അങ്ങനെയാണ് ഞാൻ കാര്യം ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കടന്ന് ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഷെഡിയും പ്രായം വിട്ട് നടക്കുന്ന പെൺകുട്ടികൾ ആണല്ലോ. അല്ല അത് മോഡലിംഗ് ആണ്, അത് വ്യത്യാസമുണ്ട്. മോഡലിംഗ് എന്ന് പറയാത്ത ആളുകളുണ്ടല്ലോ, ആണോ സുനി? അത് അവരെ സപ്പോർട്ട് ലവ് ചിഹ്നം മാത്രമാണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇവരോട് ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോ പലരും ഞങ്ങളെ തേജബോധം ചെയ്തിട്ട് എന്റെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ തെറി വിളിച്ച ആൾക്കാരുണ്ട്, എന്നെ നേരിട്ട് വിളിച്ച് തെറി വിളിച്ചവരുണ്ട്, എന്റെ കൂട്ടുകാർ മിണ്ടാണ്ട് പോയി തെറി വിളിച്ചവരുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തെറ്റാണെന്ന് തോന്നി. എന്ന് വെച്ചാൽ ആ ഒരു നിമിഷം കൊണ്ടല്ലേ സുനി നമ്മളിത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ട് തോന്നിയില്ല. ഓക്കെ, അതല്ല പറയാം. അല്ല ഞാൻ ചോദിച്ചതല്ല, സിനിമയും റീൽസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വ്യത്യാസമില്ലേ? സിനിമയിൽ ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതും വ്യത്യാസമില്ലേ? തീർച്ചയായിട്ടും അത് നേരെയാണ്. കറക്റ്റ് കാര്യമാണ്. അത് സിനിമ ഒരു വെബ് സീരീസിലാണ്. അല്ല സുനി, ഒരു വെബ് സീരീസ് ചെയ്യുകയാണെങ്കിൽ അത് ആളുകൾ ഇത് ചിലപ്പോ നെഗറ്റീവ് പറയില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇതിപ്പോ നമ്മൾ റിയലി, പക്ഷെ ഈ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇൻസ്റ്റ നോക്കുമ്പോൾ പലരും ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഞാൻ കാണുമ്പോൾ അവര് പക്ഷെ യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ആയിരിക്കും, അല്ലെങ്കിൽ അവർ കപ്പിൾസ് ആയിരിക്കും. കപ്പിൾസ് ഒന്നുമല്ല, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ പേര് പറയുന്നില്ല. ലോകത്ത് പറയുന്നവരാ ഷെഡിയും പ്രായം ഇട്ടുള്ള സാധനം, അതിന്റെ താഴെ തെറിയല്ല, ലവ് ചിഹ്നമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതാ പറഞ്ഞ അവര് ഭാര്യയും ഭർത്താവായിരിക്കും, ആ സാധനം അല്ലെങ്കിൽ ഭാര്യയും അല്ലാത്തവര്. അത് അപ്പൊ ഒരാളെടുത്ത് പറഞ്ഞു, എടോ ഇതൊക്കെ കുട്ടികൾ നോക്കുന്നതല്ലേ ഇൻസ്റ്റാഗ്രാം, മക്കൾ നോക്കണല്ലേ എന്ന് പറയുമ്പോ ഞാൻ സത്യം പറഞ്ഞ അന്ന് പെട്ടെന്ന് ഷോക്കിൽ പോയി നേരെ കറക്റ്റ് കാര്യം. പക്ഷെ ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇതൊന്നും ഈ കാണുന്ന മക്കള് നോക്കാണെന്നില്ല. ഇത് നമ്മൾ സാധാ ലിപ് ലോക്ക് ചെയ്തോളൂ. പക്ഷെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുറക്കുമ്പോഴും ഇതെല്ലാം കുട്ടികളുടെ ഫേസ്ബുക്ക് അപ്പോഴത് സെക്സ് വീഡിയോ ആണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അത് മാറ്റുന്നില്ലല്ലോ. നമ്മളൊരു ലിപ് ലോക്ക് ചെയ്തത് അത്. പിന്നെ ആപ്പ് കയറി വരുന്നുണ്ട്, ഇപ്പൊന്നും അറിയില്ല, ഫേസ്ബുക്കില് ഒരു ആപ്പ് കയറി വരുന്നുണ്ടാവും, അതിൽ ഫുൾ ഇതായിരുന്നു. അല്ല ഇതൊക്കെ ശരിക്കും സജസ്റ്റ് വരുന്നത് നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു, നമ്മൾ എന്ത് കാണുന്നു എന്നുള്ള അനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത്. ഈ സെർച്ച് ചെയ്യുന്ന നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വരും. ഞാനത് പേടിച്ചു പോയി. ഇല്ല, നിങ്ങളിപ്പോ കാർട്ടൂണിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന കാർട്ടൂണിന്റെ സംഭവങ്ങൾ വരും. ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല, ഇത് ഞാൻ ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഇതിൽ കയറി വരുന്ന സംഭവമാണ്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇതെന്താണ് എന്റെ ഫോൺ ഇങ്ങനെ വന്നത്, കാരണം ഇത് ആര് എന്റെ ഫോൺ മാറിയെന്ന് ഓർത്തി. കാരണം ഞാൻ ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ സെർച്ച് നമ്മൾ സെർച്ച് ചെയ്യാറില്ല, സെർച്ച് ചെയ്താൽ അവിടെ വന്ന് കിടക്കും, മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തോണ്ടിപ്പോയപ്പോ സംഭവിച്ച സംഭവമാണ് ഇത്. ആക്ഷൻ കാണിക്കുന്നേ ഉള്ളൂ. എനിക്ക് പറ്റിച്ചു, അവിടെയും പറ്റിച്ചു പുള്ളി, അവിടെയും പറ്റിച്ചു. ഇനിയും ചന്തുവിന്റെ കളികൾ. അപ്പൊ ഇതേപോലത്തെ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നത് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി ജനശ്രദ്ധ നേടാനുള്ള ഒരു തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് ഒരിക്കലും തന്ത്രം. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഘടകത്തില് എത്താൻ വേണ്ടിയാണ്. അപ്പൊ ഒരാള് പറഞ്ഞു ഒരു പണി ബിഗ് ബോസ് തുടങ്ങി. പക്ഷെ ബിഗ് ബോസ് തുടങ്ങി എന്റെ മുഖത്ത് കണ്ണീര് തന്നെയല്ല അത്.
ഞാൻ എന്താ ഇത്രയൊക്കെ കാണിച്ചു വിട്ടിട്ട് ബിഗ് ബോസ് കയറാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ? ഇല്ലടോ, കണ്ണീരല്ലാതെ കണ്ണീരൊന്നുമില്ല. കണ്ണിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കേൾക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത്രേ ഉള്ളു. അല്ലാണ്ട് വേറെ ബിഗ് ബോസ് കേറാൻ തോന്നുന്നില്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് എത്ര വർഷമായി സോഷ്യൽ മീഡിയയിൽ? എത്ര വർഷമായി? ഏകദേശം ഒരു 2 കൊല്ലമായോ? 2 വർഷം. ഇതുവരെ ഇതില് സാമൂഹിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ബോറടിയില്ലേ പറയാം, വിശദീകരിച്ച് പറയണ്ട. കുറച്ചായിട്ട് പറയാം, വിശദീകരിച്ച് പറയില്ല, കാരണം നിങ്ങൾ ഉറങ്ങി പോകും, ഞാൻ ഉറങ്ങി പോകാം, പ്രേക്ഷകർ ഉറങ്ങി പോകും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ. ഞാൻ വന്നത് എന്റെ നാട് മൂവാറ്റുപുഴയാണ്, അത് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എന്റെ ചിലര് നിന്റെ വീട് പറഞ്ഞ, നിന്റെ അഡ്രസ് പറഞ്ഞ, ഞാൻ അവിടെ നോക്കുന്നത് എന്റെ നാട്, എന്റെ പെണ്ണ് സുഹൃത്തുക്കളെ മൂവാറ്റുപുഴ ആട്ടായ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ സാധാരണ നോട്ടീസ് കടകളിൽ കൂടെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നോട്ടീസ് വിതരണം ചെയ്യുന്ന ഒരാളാണ്, കടകളിൽ കൂടെ നോട്ടീസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതായിരുന്നു എന്റെ ജോലി. പിന്നെ മിമിക്രിയുടെ പരിപാടിക്ക് പോകാറുണ്ട്, പിന്നെ സിനിമയിൽ പോകാറുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ സിനിമയിൽ എത്തപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ പോയി പാത്രം കഴുകുന്ന ജോലിയായിരുന്നു എനിക്ക് സിനിമയില്. അത് എന്നെ സാഗർ വാലപ്പെട്ടി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, മിമിക്രി. അദ്ദേഹമാണ് എന്നെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് പരിചയപ്പെടുത്തിയത്. കാരണം എന്ന് വെച്ചാൽ അവനങ്ങനെ എന്നെ പരിചയപ്പെടുത്തി മൂലമാണ് ഞാൻ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് കാശില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നു. എന്റെ കൂട്ടുകാരുണ്ട് സുമേഷ് ഗുഡ്ലക്ക്, കോമഡി ഉത്സവത്തിന് പറയുന്നത് സുമേഷ് ഗുഡ്ലക്ക്. എന്റെ ഫ്രണ്ടാണ് സാഗർ വാലപ്പെട്ടി. ഇങ്ങനെ പരിചയപ്പെട്ട് ഇപ്പം പറയുമ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ അഭിനയിക്കാനല്ല, പാത്രം ക്ലീൻ ചെയ്യാനാണെന്നുള്ള മനസ്സിലായി. പാത്രം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളുണ്ടല്ലോ ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്ത് സെറ്റിൽ കൊണ്ടുപോകുന്ന നടന്മാരെ നമ്മൾ കാണാം. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. അത് 2000 കാശിലായിരിക്കും. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ജഗതിച്ചേട്ടനാണ് അവിടെ ഇത് മനുരാജ്, ഞങ്ങൾ ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇന്ന് ഫോണൊന്നും ഇല്ല. ഇന്നെല്ലാവരും ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാണ്. അപ്പോൾ ജഗതിച്ചേട്ടൻ എന്റെ അടുത്ത് നമ്മൾ ഓടിച്ചില്ലെന്ന്, എന്താ ജോലി നിൽക്കും ഇങ്ങനെ, ഏട്ടോ നമ്മുടെ ജോലി സാറേ പാത്രം കഴിയുന്നതാണ്. വെരി ഗുഡ്. പുള്ളി സാർ ഒരു ദിവസം പുള്ളി ഫുഡ് കഴിച്ചിരുന്നപ്പോ ഇതാരാണ് ഈ പാത്രം കഴിയുന്നത്, ഇതിനകത്തൊന്നും പോയിട്ടില്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ലായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ അല്ല, ഒരു അനുഭവം പറയണം. അതിന് ആ ഒരു സിനിമയിൽ എനിക്ക് സീൻ കിട്ടി. കാശില്ലാതെ ജീവിക്കാം. ആ സീൻ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ഇടിച്ചിടും. ഇപ്പൊ ഇതേ ഇരിക്കുന്ന സാധനത്ത് ഞാൻ നിൽക്കുമെന്ന് വെച്ചു, നിങ്ങൾ ഇരിക്കുന്ന സാധനത്ത്. അപ്പൊ ഇവിടെ ഒരാളോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെയും ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മരുന്ന് വെക്കുന്ന ഒരു സീനാണ് അവിടെ മരുന്ന് വെക്കുന്ന മനുരാജിന്റെ അടുത്ത് ഞാൻ നിൽക്കണ്ട്, ഇവിടെ ഒന്ന് വാങ്ങി മരുന്ന് കഴിക്കുന്ന ആളായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഡയറക്ടർ ശ്രദ്ധിച്ചില്ല. പക്ഷെ പടം ഇതെല്ലാം കഴിയുമ്പോ നല്ല തെരുവിളിയായിരുന്നു. ആരാണ് ആരെ കൊണ്ടുവന്ന്. പിന്നെ രസികൻ എന്ന് പറഞ്ഞ പടം പ്രൊഡക്ഷൻ പോയി ചെയ്തു. പിന്നെ കൃഷ്ണപക്ഷക്കിളി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അനുഭവം ഉണ്ടായി. സനുഷ, ഇവിടെ സന്തോഷ് അച്ഛൻ. അയ്യോ, ആ ചേട്ടന്റെ സ്നേഹമാണ്. കാരണം ഇപ്പൊ പറഞ്ഞ അറിയുമെന്ന് എനിക്കറിയില്ല. കാർത്തിക ചേച്ചി, ഊമപ്പെണ്ണൂരിയുടെ പിള്ളേക്ക് മറ്റേ ജയസൂര്യയുടെ പെങ്ങളായിട്ട് അഭിനയിച്ചു. മീശ കാർത്തിക, അംബിക ചേച്ചി, അംബിക മോഹൻ, ഇവർക്ക് ആ സ്നേഹമുണ്ട്. എന്റെ കൈ മുറിഞ്ഞപ്പോ കീറി, ചേച്ചിയുടെ സെറ്റ് സാരി കീറി എന്റെ കൈ ഇട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സനുഷമ്മയുടെ അച്ഛൻ, ഞാൻ ഈ പാത്രം കഴിയാനായിട്ട് ബോയ്സ് സ്കൂളിലെ പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിലായിരുന്നു എന്റെ ഷൂട്ട് കിടന്നത്. അവിടെ ഇങ്ങനെ പാത്രം കൊണ്ടിട്ടപ്പോൾ ഒരു പട്ടി ഒന്ന് ജസ്റ്റ് ഒരു പാത്രം നോക്കിയപ്പോ എന്നെ സനീഷ മറ്റേ സനീഷയുടെ പപ്പ വിളിച്ചിട്ട് അഭിലാഷ പാത്രം കിടക്കുന്നത് പട്ടിയാക്കാൻ കേട്ടോ വിളിച്ച് അപ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിട്ട് ക്ലീൻ ചെയ്ത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിനിമ ഇന്നത്തെ പോലെയല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്മാര് പിന്നെ സനീഷ കുട്ടി എടുത്തുകൊണ്ട് നടക്കുക എന്നൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പ്രൊഡക്ഷൻ പോയാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യെത്തുന്ന സിനിമ വരെയാണ് പ്രൊഡക്ഷൻ പോയിട്ട് പോയത്. കയ്യെത്തുന്നത് കാരണം 4 മണിക്ക് നമ്മൾ എണീക്കണം. രാവിലെ ഓരോ റൂമിൽ പോയി പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കഴുകി അവർക്ക് രാവിലെ ഫുഡ് എല്ലാം റെഡിയാക്കി അത് മെസ്സിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ജോലി. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഈ താമസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടൈമിൽ എണീക്കണം. പിന്നെ എന്റെ വീട്ടില് കുറച്ച് പ്രശ്നങ്ങൾ കടബാധയൊക്കെ വന്നായിരുന്നു നമ്മുടെ ലൈഫിൽ. അപ്പൊ അതിൽ നിന്നും ഒരു ഇതിനു വേണ്ടി ഞാൻ എന്നിട്ട് പത്രം കൊടുക്കുന്ന പരിപാടിക്ക് ഇറങ്ങി. അത് പത്രം കൊടുക്കുന്ന പരിപാടി, പത്രം പേപ്പർ വിതരണം, അത് നോട്ടീസ് വിതരണമല്ല, പത്രം കൊടുക്കുന്ന ആ പരിപാടിക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് മിമിക്രി പരിപാടി, ഞാൻ സുമേഷ് ഗുഡ്ലക്ക് എന്ന് പറഞ്ഞൊരു ഗുഡ്ലക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത്രയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി. അത് പറയാം സിനിമയൊന്നും മേഖല. ഞാൻ വന്നത് മനോജ് ഗിന്നസിന്റെ കാസറ്റിലൂടെയാണ്. രമേഷ് പിഷാരടി, ഞാന്, പാഷാമശാരി ടീമായിരുന്നു. അന്ന് ഞാൻ സാജി നവോദയ ഒരു തട്ടുകടയിൽ കയറി. ഞങ്ങൾ ഈ എറണാകുളത്ത് ഒരു ഇതിന്റെ സമയത്ത് ഇരുന്ന് പറയുന്നത്
കഴിച്ചു. കെ മധു സാർ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. എറണാകുളം തന്നെയാണ്, നടന്മാരങ്ങോട്ടും വലിയ ആരും മൈൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് അവരവരുടെ കാര്യം. അപ്പൊ എന്റെ ആട്ടായി നമുക്ക് ചാൻസ് ചോദിച്ചാലോ എന്ന് പുള്ളിയുടെ അടുത്ത് ഇപ്പൊ തമാശക്ക് പറഞ്ഞു ഭാഷ. കുറച്ച് നാൾ കഴിയുമ്പോൾ മാനർമുട്ടായി സ്പീക്കിംഗ് ടൂരിലൂടെ പുള്ളി സിനിമയിലേക്ക് കയറി. അപ്പൊ രമേശന്റെ വീട്ടിൽ ഞാൻ പോകുന്നത് പ്രോഗ്രാമിലൊക്കെ പോകുന്നൊരു കാണുന്നു. പക്ഷെ സിനിമ എന്ന മേഖലയിൽ നമുക്ക് ആ ബന്ധങ്ങളൊന്നും പ്രധാനമല്ല. ഒരു സ്റ്റേജ് ഷോ ടിവിയിൽ വന്ന അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം വന്ന അവിടെ മിമിക്രി ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് 2 സ്റ്റാർ അവതരിപ്പിക്കാൻ പറ്റിയ ദൈവത്തിന് നന്ദി പറയാം. കാരണം വലിയ വലിയ ആളുകൾക്കാണ് അവിടെ ചാൻസ് ഉള്ളൂ. ഈ സിനിമയിൽ ചാൻസ് വെച്ച് കഥ വെച്ചിറക്കുന്നവർക്ക് കിട്ടുന്നില്ല. ആ ഇടയ്ക്ക് ഞാൻ എങ്ങനെയൊരു സിനിമ ചെയ്യുന്നൊരു കടന്ന കഥ എന്നൊരു സിനിമ ചെയ്തു. അഭിനയിച്ചു ജാഫർക്കാട്. അപ്പൊ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയാ, ഇതിന്റെ റിവ്യൂ പറയാൻ വേണ്ടി ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് കാണുന്ന ഒരാള് എന്റെ അടുത്ത് പറയുകയാണ്. ആറോട്ടറിന്റെ ഒരു ഇതിൽ അഭിനയിച്ചൊരു സിനിമ ഒരു കടന്നൽക്കാരൻ. അത് കഴിഞ്ഞ വർഷം പെരുന്നാൾ ടൈമിലാണ്. ആ ചേട്ടൻ കർഷകരായി പോയി, നോമ്പിന്റെ സമയം ആരും കയറില്ല. അപ്പൊ ഒരു റിവ്യൂ രാജാവുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയും എന്ന് പറഞ്ഞു. ആ തിയേറ്ററിൽ 3 പേരും ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ കുറെ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ താരങ്ങൾ, നിങ്ങൾ കാരണം ഏതെങ്കിലും സിനിമയിൽ ആൾ കയറിയിട്ടുണ്ടോ? അല്ല ഇത് പറയട്ടെ, അല്ല അതൊന്ന് പറയാമോ? അല്ല ഇപ്പൊ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങൾ കാരണം നിങ്ങൾ കാരണം സിനിമകൾ ജനങ്ങൾ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കാരണം ഏതെങ്കിലും സിനിമ വിജയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ആളുകൾ തിയേറ്ററിൽ വന്നിട്ടുണ്ടോ? സിനിമ കാണുന്നത് ഞാനെന്നല്ല, പെരേരെന്നല്ല, ആടെന്നല്ല, ഈ ലോകത്ത് ആര് പറഞ്ഞാലും ആളുകൾ വന്ന ആളുകൾ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ അല്ലാതെ ഇപ്പൊ സിനിമയുടെ പേര് 10 പേര് അറിഞ്ഞോണ്ടൊരു ഗുണമില്ലല്ലോ. ഞാൻ അല്ലേ? പരാജയപ്പെട്ടെന്ന് പറഞ്ഞൊരു സിനിമ ചിലപ്പോൾ ഇദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. അതെ, തീർച്ചയായും. പടം കൊള്ളില്ലായിരുന്നു. ഇപ്പൊ വാലിബൻ എന്ന് പറഞ്ഞ പടം കൊള്ളാന്ന് പലരും പറഞ്ഞു, എന്ത് പടാന്ന് വെച്ചു. പിന്നെ അതുപോലെ അറബിക് സിംഹത്തിന്റെ സിംഹം, അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനുള്ള പടങ്ങളാണ്. പക്ഷെ എല്ലാരും താത്തിക്കിട്ട് പറഞ്ഞല്ലോ എന്ത് പടാന്ന് പറഞ്ഞു. മാമാങ്ക സിനിമയെ കുറിച്ച് പറഞ്ഞേ എല്ലാം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി എപ്പോഴും ടേസ്റ്റ് വരൂ എന്ന് പറഞ്ഞ ബിരിയാണിയുടെ കാര്യം ഇത് കഴിയുമ്പോണ്ടെന്ന് പറഞ്ഞല്ലോ, ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സംഭവം എപ്പോഴും ടേസ്റ്റ് വല്ലാത്തതുകൊണ്ട് സിനി ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞോ. സന്തോഷമായില്ലേ? ഇത് കഴിയുമ്പോ ഉണ്ടെന്ന് കരുതി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഒരേ സിനിമകളും വ്യത്യാസമുണ്ടോ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളുണ്ട്. അപ്പൊ ജനങ്ങളാണ് സ്വീകരിക്കുന്നത്, നല്ലതാണോ ചീത്തയാണെന്നുള്ള കാര്യം. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എന്നെ പേരേലും വിളിച്ച് അല്ല സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴും ആ പ്രൊഡ്യൂസറിന് കാശ് കിട്ടണമല്ലോ. തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ആരാധന പറയാറുണ്ട് എപ്പോഴും, ഞാൻ കാരണമാണ് ഈ വനിതാ തിയേറ്റർ ഫേമസ് ആയത്, ഞാൻ കാരണമാണ് 10 സിനിമ ഫേമസ് ആയത്. അല്ല അതുകൊണ്ട് എന്താണ് അവർക്ക് നേട്ടം? പിന്നെ വേറെ 10 ആൾ അറിഞ്ഞൊരു ഗുണമില്ലല്ലോ. ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് യോജിക്കുന്നു. ആറാട്ടം എന്ന വ്യക്തി കാരണം വനിതാ തിയേറ്ററിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട് സിനിമ. അല്ല വനിതാ തിയേറ്റർ എവിടെയാണെന്ന് ചോദിച്ച് ഒരു ദിവസം പടം കാണാൻ വേണ്ടി വരുന്നത്. അതിന്റെ ക്രെഡിറ്റ് പുള്ളിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു പ്രശ്നം ഉണ്ടായല്ലോ വനിതയില്. ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്താണ് ഈ വനിതാ തിയേറ്റർ എന്ന് പറഞ്ഞ് ജനങ്ങൾ അറിയാം. ഇതിനു മുമ്പ് ഞാൻ തമിഴ് സിനിമ തഗ് എന്ന് പറഞ്ഞ ആ സിനിമ ഞാൻ കാണാൻ വേണ്ടി വനിതാ തിയേറ്റർ അന്വേഷിച്ച് ഞാൻ ആരും വരെ പോയിട്ടുണ്ട്. അതായത് വനിതാ തിയേറ്ററിൽ നമ്മുടെ പടമുണ്ട്, തഗ് പോയി കാണാന്ന് മാത്രമാണ് അവര് പറഞ്ഞത്. ഞാൻ എവിടെയൊന്നും വനിതാ തിയേറ്ററിൽ ഒരു പെടുത്തില്ല. എന്റെ ഏറ്റവും അവസരം കണ്ടുപിടിച്ചപ്പോഴത്തെ പടം മാറി. ഇന്നലെ വൈകിട്ട് ഷോ തീർന്നു. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ വനിതാ തിയേറ്ററിലെ ആൾക്കാർ വന്ന് ആറാട്ടറിന് ഒരു ഘടകം തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പുള്ളി റിവ്യൂ പറയുമ്പോൾ അവിടെ ആൾക്കാർ റിവ്യൂ എടുക്കുന്നുണ്ട്, ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ റിവ്യൂ എന്ന് പറഞ്ഞ സാധനം 10 പേര് കാണുന്നില്ല. ഈ ആറാട്ടറിന്റെ ഒരു വിഷയത്തോടു കൂടിയാണ് ഇങ്ങനെ റിവ്യൂ ഉണ്ടെന്നും ആണല്ലോ. അതിനു മുമ്പ് അശങ്കോക്ക് എന്ന് പറയുന്ന റിവ്യൂവേഴ്സ് അശങ്കോക്കൊക്കെ ഉണ്ടെങ്കിലും ഈ അശങ്കോക്കിനെ വരെ ആളുകൾ പിന്നീട് ഇതിലേക്ക് ഇപ്പൊ ഞാനൊക്കെ അറിഞ്ഞാണ് ഈ ആറാട്ടറിന് കഴിഞ്ഞപ്പോഴാണ് ഈ അശങ്കോക്ക് ആരാണെന്ന് പോലും അറിഞ്ഞു. മനസ്സിലായി? ഒരു അശ്വന്ത് ഏതൊരു സിനിമയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോ അശ്വന്തിന്റെ കുറെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട്. ഇവിടെ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. പുള്ളി ഒരു അധ്യാപകനാണ്, മാടയുടെ കൂടെയാണ്. പക്ഷെ ഇപ്പൊ അശ്വന്ത് കോക്കിന്റെ പച്ചത്തറി ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമയെ വരെ പുള്ളി കുറ്റം പറയുന്നു. നല്ല സിനിമയെ കുറ്റം പറയുമ്പോ ആൾക്കൊരു ഇതുണ്ടല്ലോ, നല്ലതിന് നല്ലതെന്ന് പറയാലോ. മനസ്സിലായില്ലേ? എന്ന് പറയുന്നവരുണ്ട്. പിന്നെ സിനിമ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് എന്റർടൈൻമെന്റിന് വേണ്ടി കയറുന്നതാണോ, അല്ലാണ്ട് ഇപ്പൊ സിനിമ വിജയിച്ചാലും പരാജയപ്പെടുന്നു കാണുക പോരുക ആണല്ലോ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ സിനിമയിൽ നായകനായിട്ട് വന്നൊരു വ്യക്തിയാണ് കോളനി, മാസ്റ്റർ മനാഫ് ആദിനാടിന്റെ കോളനി. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഈ പ്രൊഡ്യൂസർ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രീതി അത്ര വശമായതുകൊണ്ട് പുള്ളി മുങ്ങിപ്പോ ഒരുപാട് പ്രതീക്ഷിച്ചു വന്നൊരു ആൾക്കാരുണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ.
ഉറങ്ങുവാണോ അതെയോ മരണം കേട്ടോ. അപ്പൊ കഥയായിട്ട് ഉറങ്ങുകയാണെന്ന് അറിയില്ല. അപ്പൊ ഈ സിനിമയിലെ പ്രതീക്ഷ വന്നവരുണ്ട്. ആ സിനിമ എങ്ങനെയും തീർക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം തീർത്തൊരു സിനിമയുടെ കോളേജ് ഒരുപാട് പോരായ്മകളുണ്ട് ആ സിനിമയിൽ. കാരണം അദ്ദേഹത്തിന്റെ സ്ഥലം വരെ പണയപ്പെടുത്തിയാണ് പടം ഇറക്കിയത് മനാപാതിരാണെങ്കിൽ. എന്ന് വെച്ചാൽ ആ പുള്ളി ഇപ്പൊ ഭക്ഷണം കഴിക്കണമെന്ന് ആരും വിളിച്ചു ചോദിക്കണ്ട. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കണമെന്ന് പറയും. പുള്ളി ആ സിനിമ ഇറക്കി കഴിയുമ്പോൾ എല്ലാം കുറെ കുറ്റങ്ങൾ പറഞ്ഞു പോകുന്നു. പക്ഷെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല പുള്ളിനെ അന്നും ഇന്നും. കാരണം ആദ്യമായിട്ട് ഞാൻ 1 കോടി എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വന്നപ്പോഴാണ് പുള്ളി എന്നെ കാസ്റ്റ് ചെയ്തതിലേക്ക്. 1 കോടി എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് വന്നതിന് എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരു കാര്യം നേരത്തെ ചോദിച്ചല്ലോ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. സാധാരണ സോഷ്യൽ മീഡിയ കോണ്ടന്റുകളിലൂടെ സോഷ്യൽ മീഡിയ ഞാൻ ഇതിന് വരുന്നതിന് മുമ്പ്, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതിന് മുമ്പ് ഞാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുന്ന ഒരാളാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം. ഞാനിവിടെ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് തരും. എനിക്ക് ബസ് ഫെയർ അവർ തന്നാണ് വിടുന്നത്. അത് പിന്നെ ഭക്ഷണം വാങ്ങി തരും. നമ്മൾ പറയുന്നുണ്ട് മണിമുത്തം എന്ന് പറഞ്ഞൊരു ചാരിറ്റി സംഘടന ഉണ്ടാകും. അവരൊരു പറ്റിപ്പാട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ കൂടെ നിന്നിട്ടുള്ളൂ. കാരണം നമ്മൾ അറിയുന്നതുകൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇത് മാത്രമല്ല, ഒരു അമ്മാവനവിടെ കളത്തിലും കിടക്കുവാണെങ്കിൽ മുണ്ട് വരെ ഷീജ സനീഷ് എന്ന് പറഞ്ഞ വ്യക്തി പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കാണാം. ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് കാണാം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര്. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ അവരുടെ ഇത് പാടാനായിട്ട് പോകുമ്പോൾ ഈ ഹൈക്കോർട്ടിലൊക്കെ നിന്ന് ഞാൻ പാടിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ കടകളിൽ കൂടെ കയറി പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ കുറെ തട്ടിപ്പുകൾ നടക്കുന്നില്ലേ? തട്ടിപ്പ് നടക്കുന്നവരുണ്ടാവും. തട്ടിപ്പ് നടക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ശാശ്വതമാവില്ല. തട്ടിപ്പ് നടക്കുന്നവർ പിടിക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു കടയിൽ കയറി നമുക്കൊരു PV വയ്ക്കാം. ജെനുവിനാണെങ്കിൽ ചോദിക്കാം, ആണോ അല്ലേ? ജെനുവിൻ അല്ലെങ്കിൽ നമുക്ക് വിറയ്ക്കണം. അവിടെ കയറിക്കാൻ ക്യാമറ ഉണ്ട്. ഇപ്പൊ ഞാൻ ജെനുവിൻ അല്ലെങ്കിൽ ഞാൻ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഒരു ഇതാ നമ്പറാ ആ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവരാ സ്പോട്ടിൽ വെച്ച് വിളിക്കുമ്പോൾ പേഷ്യന്റ് അല്ല, ഞാൻ നമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പെട്ടില്ലേ. പക്ഷെ ജെനുവിൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം കിഡ്നി പേഷ്യന്റ് ആണ്. എന്നെ വിളിച്ചിട്ട് മോനെ എന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ വേണമെങ്കിൽ ഒരു ബോക്സ് എടുത്ത് വെച്ച് നിങ്ങൾ താ, ഞാൻ പാട്ട് പാടിത്തരാം, എനിക്ക് അറിയാവുന്ന രീതിയിൽ പാട്ട് പാടിത്തരാം, അതിൽ കിട്ടുന്ന കളക്ഷൻ മൊത്തം എടുത്തു. പക്ഷെ ഇപ്പൊ ഞാൻ കടകളിലേക്കൂടെ കയറുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നെഗറ്റീവ് വരും. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഇത് കാണുന്ന ജനങ്ങൾ കുറെ പേര് സഹായിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് റിയനെ അപ്പൊ റിയനെ എടുക്കുന്ന ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന സാധനം അത് കണ്ടന്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത. പക്ഷെ അത് ജനങ്ങള് ഒറിജിനലായിട്ട് വിശ്വസിച്ച് എന്തായിരുന്നു അതായത് പുള്ളിക്കാരൻ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഫോട്ടോ എടുത്തോട്ടെ എന്നുള്ള സംഭവം ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ സിനി കുഴപ്പമില്ല ഇങ്ങനെ ഇല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചോദിക്കുന്ന ഇടിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലല്ല വേറൊരാളുടെ നേരത്തെ പെർമിഷൻ ചോദിക്കണം. അതിപ്പോ എത്ര പേജുള്ള ഒരാളാണ് പിന്നല്ലേ പുതിയതായ എന്റെ ദൈവം. അപ്പൊ നിങ്ങളിപ്പോ വൈറലാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തെറ്റായിട്ടെന്ന് പറഞ്ഞാൽ അതായത് വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് ഇത് ചെയ്യണ്ടായിരുന്നു, ഉറങ്ങാൻ സമയം കിട്ടാറില്ല, എല്ലാം മെസ്സേജ് ആയിരുന്നു, പിന്നെ വിളിയായിരുന്നു. ഫോണൊന്നും 3 ദിവസം ഞാൻ തുറന്നില്ല. വാട്സാപ്പ് മെസ്സേജ് എല്ലാം ഇതിന്റെ ഈ ചേച്ചിക്ക് തെറ്റായിട്ട് തോന്നിയത്? ഇല്ല, തോന്നിയില്ല. ഇല്ല, ചേച്ചിക്ക് വൈറലാവണമെന്നുള്ളത്. എനിക്ക് വൈറലാവണമെന്നൊന്നും താല്പര്യം. വൈറലാവാൻ വേണ്ടി ഒന്നല്ല. അല്ല, എങ്ങനെയാണ് അഭിലാഷ് ചേട്ടനെ പരിചയപ്പെട്ടത്? ഞങ്ങള് ഒരുപാട് ഫ്രണ്ടാണ്. ഒരുപാട് ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് നേരിട്ട്. അത് കൊള്ളാലോ. നമ്മള് കോണ്ടാക്ടിങ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട് അഭിനയിക്കാൻ ഇങ്ങനെ ചാൻസ് ഉണ്ട് വരുമെന്ന് ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് തിരക്കായിരുന്നു, ഞാൻ ട്രാഫിക്കിലായിരുന്നു. ട്രാഫിക് പോലീസാണ്. ട്രാഫിക്കില് അങ്ങനെ വൈറലാവാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളാ ബട്ടർഫ്ലൈ ചാനലിനകത്ത് കൊടുത്ത് ആ സ്പോട്ടിൽ തന്നെ വൈറലായി. അപ്പോഴത്തേക്ക് കോളിങ്ങും മെസ്സേജും ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഒറിജിനൽ ആ കോളിങ്ങിൽ ഏതെങ്കിലും സിനിമകളിലേക്ക് അവസരം കിട്ടിയായിരുന്നു? അല്ല, എനിക്ക് സിനിമയിലും സീരിയലിലും ഞാൻ ചെയ്തോണ്ടിരിക്കുവാണ്. ഇപ്പം കൂടുതൽ അവസരം കിട്ടുന്നുണ്ട്. ആണോ? അപ്പൊ വൈറലായത് ഗുണമായിട്ടുണ്ട്. എല്ലാരും എന്നെ ട്രാഫിക്കിൽ നിന്നും പിന്നെ സിനിമയും സീരിയലും ആൾക്കാർ അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ ലിബ്ലോക്ക് വഴി കൂടുതൽ ബസ്സിനകത്തൊക്കെ ഇരിക്കുമ്പോഴും ആ ചേച്ചി എലിയൊന്ന് ചോദിക്കാം. എനിക്ക് ഗുണം ചെയ്തു. നമ്മള് കടയിൽ പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലേ. പിന്നെ പലരും പറഞ്ഞ് ഈ അഭിലാഷേട്ടന് ബിഗ് ബോക്സിൽ കയറാനുള്ള
താല്പര്യമുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മുഖം മറക്കണമെന്നില്ല, ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോക്സിൽ കയറാൻ. പക്ഷേ എനിക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മൾ ഈ ലിപ് ലോക്ക് ചെയ്തത് ബിഗ് ബോക്സിൽ കയറാനുള്ളൊരു അഭിനയാണെന്ന് ആൾക്കാർ പറയുന്നത്. ലിപ് ലോക്ക് ചെയ്താൽ എന്തെങ്കിലും വിവാദമാകുമ്പോൾ പിന്നെ ബിഗ് ബോസ് സിനിമയുടെയും അഭിലാഷേട്ടന്റെയും ലിപ് ലോക്ക് ഞങ്ങള് ബിഗ് ബോക്സിൽ കയറാനുള്ള ബിഗ് ബോസ് ലിപ് ലോക്ക് പറയില്ല, ബിഗ് ബോസ് ചെയ്തത് ബിഗ് ബോക്സിൽ കയറാനുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ ചേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇതേപോലെ കോപ്രായങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ശരിക്കും പറയുന്നത് നെഗറ്റീവ് വേണമല്ലോ. അല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ പറ്റുന്ന ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്ത ചാനലിന്റെ പേര് പറയുന്നില്ല, ഓണത്തിന് റിലീസാണ്, അപ്പൊ ഒരു ചാനൽ TV ചാനലാണ്. അവിടെ ചെന്നപ്പോ അതിന്റെ മെയിൻ ആള്, ബിഗ് ബോസിന്റെ മെയിൻ ആള്, അറിയാം, കേരളക്കാരെ മൊത്തം അറിയുന്ന ഒരാളാണ്. അപ്പൊ ആ ചേട്ടന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാനുണ്ടായിരുന്ന പെരേര ഉണ്ടായിരുന്നു, മാഹിൻ മോറ്റി ഉണ്ടായിരുന്നു. അടുത്ത വർഷം അഭിലാഷം എന്തായാലും ബിഗ് ബോസിലുണ്ട് എന്ന് പുള്ളിദ്ദേഹം പറഞ്ഞപ്പോ, കണ്ടന്റ് ഒന്ന് കളയാതെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞപ്പോ പെരയുടെ മുഖം അങ്ങനെ ചുവന്ന് തുടുത്ത ആപ്പിൾ പോലെ ഒന്നും എന്താണെന്നറിയില്ല, ചുവന്ന് ഇങ്ങനെ കണ്ണൊക്കെ തള്ളിപ്പോയി. എന്താ കാര്യം എനിക്കറിയില്ല. തീർച്ചയായിട്ടും പെരേര എന്റെ അടുത്ത് പറഞ്ഞ കള്ളമാണെന്ന് മനസ്സിലാക്കി. പെരേര കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കണം. നീ എന്റെ അടുത്ത് പറഞ്ഞ പെരേര എന്റെ അടുത്ത് പറഞ്ഞൊരു കേസുണ്ട്, ഞാൻ ബിഗ് ബോസിലാണ് ഈ പ്രാവശ്യം, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരും പറയരുത്, എനിക്ക് ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ പോലെ എന്നുള്ള രീതിയിൽ എന്റെ ഒരു ചർച്ച നടത്തിയിരുന്നു പെരേര. പക്ഷെ പെരേരന്റെ കാര്യം മനസ്സിലായി, നീ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ തിരിച്ചു വരുമ്പോൾ എന്നെ മറന്നു പോകുന്നതിന് 100% ഉറപ്പാ. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് നീ ചോദിക്ക്, ചേട്ടന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന് പുതിയ വീട്, കാറ്, അങ്ങനെ ബംഗ്ലാവ് വേണമെങ്കിൽ എറണാകുളത്ത് ഫ്ലാറ്റ് എന്ത് വേണമെങ്കിലും എടുത്തു തരാം, ബിഗ് ബോസ് പോയാന്നൊക്കെ പറയണ്ടേ പെരേര. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കണ്ടന്റുകൾ വളർത്താൻ, നെഗറ്റീവ് കണ്ടന്റുകൾ കൂടുതൽ ആളുകൾ ചെയ്യാനുള്ള ഒരു കാരണക്കാർ നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞാൽ നെഗറ്റീവ് കണ്ടന്റ് ചെയ്യുന്നില്ല. അല്ല, ഇത് കാണുന്നവർക്ക് നെഗറ്റീവ് ആണല്ലോ. നിങ്ങള് കമന്റ് ബോക്സ് വായിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞു. ഇല്ല, എനിക്ക് കാരണം എന്ന് വെച്ചാൽ നമ്മള് ഇംഗ്ലീഷുള്ളത് വായിക്കാറുണ്ട്, മലയാളം നമ്മൾ നോക്കാറുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടൻ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്ക് വിദ്യാഭ്യാസം ഉള്ള ഒരാളായിരുന്നു, ഞാൻ എഴുതാനൊന്നും എനിക്ക് അത്ര വശമില്ലായിരുന്നു. പക്ഷെ മോനെ തെറി പറഞ്ഞ് ഇപ്പൊ മലയാളം മൊത്തം പഠിച്ചു. കാരണം കേരളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും ആ തൊട്ട് അമ്പരയുള്ള ഇത് പഠിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതേപോലെ തെറി കമന്റുകൾ വരുമ്പോ നിങ്ങൾ പ്രതികരിക്കാറുണ്ടോ? അത് ഇങ്ങനെ ചിലര് ആസ്വദിക്കാറുണ്ട്, തെറി കമന്റ് മാത്രം. അല്ല, ചേട്ടൻ പ്രതികരിക്കാറുണ്ടോ? പ്രതികരിക്കാറുണ്ട്. നമ്മൾ ടാഗ് ചെയ്ത് ചില തെറ്റുകളുണ്ട്, അപ്പൊ ഒന്ന് പ്രതികരിച്ചു. ടാഗ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പുല്ല് നോക്കില്ല. ഇങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം മാത്രമുള്ള നേരിട്ട് ഒരു പ്രതികരിക്കും? ഇല്ല, നേരിട്ടൊരിക്കലും പ്രതികരണമില്ല. കാരണം നേരിട്ടല്ലേ പറയട്ടെ, എന്താ പറയാ, നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാൻ വരുമ്പോണ്ടല്ലോ, ഒരു മിനിറ്റ് എന്നുള്ള സാധനം ഒറ്റ ഓട്ടം ഓടും. ഞാൻ ഓടും, എന്നെ പ്രതികരിക്കുന്ന കാര്യമില്ല. ഇല്ല, അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരേര് പറയുന്ന ആളുകൾ ഈ കല്യാണ പരിപാടിക്ക് ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഫോട്ടോ എടുക്കലും ഇതൊക്കെ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സ്വന്തം ഫോണല്ലേ, തെറി വിളിക്കാം, കുറ്റം പറയാം. ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കാര്യം ഇവിടെ തുറന്നു പറയാണ്, ഞാൻ തെറിവിളി കൂടി നല്ല തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ മെസ്സേജ് അങ്ങോട്ടും കൂടി ഞങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ്. തെറി പറഞ്ഞു അതില് ചിലപ്പോ അങ്ങനെയായിരിക്കും, മനസ്സിലായില്ലേ? അത് നമ്മള് ഞാൻ പറയുമ്പോ എനിക്ക് മെസ്സഞ്ചറിൽ മറുപടി ഒന്നും ഞാൻ തിരിച്ചു ചോദിക്കും. ചിലര് മൈൻഡ് ചെയ്യില്ല, നമ്മളത് ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സഞ്ചറിലാണെങ്കിൽ ചോദിക്കും, കാരണം എന്റെ ഏതാണെങ്കിൽ ഞാനത് ചോദിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ആരും പേടിക്കുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെ ചോദിക്കും. പിന്നെ ആ ഒരു ചോദിക്കല് ചിലപ്പോൾ നല്ല സൗഹൃദത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ എന്താ പറയാ വൈറ്റിലയിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം വരെ കഴിച്ചിട്ട് പിരിഞ്ഞ്. എന്താ കാര്യം വെച്ചാൽ വേറൊന്നുമല്ല, മനുഷ്യനാണ്. ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഞാനത് ഒരു പോട്ടെ ഭാഷ ശരിയിടാന്ന് പറയും. പക്ഷെ ഞാൻ നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതൊരു പട്ടിയും കാണില്ല. അമ്പലങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, മറ്റേ ഈ കടകളുടെ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിക്ക് വേണ്ടി സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളോ ഏതെങ്കിലും ബ്രാൻഡുകളോ ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു ചേട്ടന്റെ ഒരു കടയുടെ, അതായത് ഞാൻ പരസ്യമായിട്ട് ചെയ്തതല്ല, അശോക ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയുള്ള ഒരു ഹോട്ടലാണ് അശോക ഹോട്ടലിലെ. അത് എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടല്ല ഇട്ടത്. കാരണം ആ ചേട്ടനും ചേച്ചി ഞായറാഴ്ച ദിവസങ്ങളിൽ ഡ്രസ്സ് വാങ്ങി അർഹതപ്പെട്ടവരെ വീട്ടിലെത്തിക്കുക. അത് പഴയ ഡ്രസ്സല്ല, പുതിയ ഡ്രസ്സ് വാങ്ങി വീടുകളിൽ എത്തിക്കുകയാണ്.
പാവപ്പെട്ട അനാഥാലയങ്ങൾ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ഞാനത് ഞെട്ടിപ്പോയ സംഭവം. ഞാനിത് അറിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ചേട്ടാ എന്റെ വീഡിയോ എടുത്തോളൂ. അതൊന്നും വേണ്ട അഭിലാഷ് എന്ന് പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചിട്ട് പോകലാൻ പറഞ്ഞു. അതൊന്നും വേണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്റെ ഇതിൽ ഇടാൻ വേണ്ടിയാന്ന് പറഞ്ഞ് ആ ചേട്ടന്റെ വീഡിയോ എടുത്തു. അതുപോലെ തന്നെ ഞാൻ ലൈവായിട്ട് കണ്ടൊരു സംഭവം, ഇവർ അറിയാണ്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. അതായത് ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും തരുമെന്ന് ചോദിക്കുന്നു. അവരപ്പൊ തന്നെ ഭക്ഷണം കൊടുത്തു പറഞ്ഞു. അത് അവരുടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരോട്ടോ. അത് മോറ്റക്കാരോട് ആരോട് ചോദിച്ചാലും അശോക ഹോട്ടലിലെ ആ ചേട്ടനെ ചേച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായം. ആരുടെ മുമ്പിൽ കാണിക്കാം. ഇത്ര വർഷമായിട്ട് അവരൊരു പരസ്യം കാര്യങ്ങളൊന്നും കൊടുത്തില്ല. കാരണം എന്റെ ഒരു ഇതിൽ ഞാൻ പറയും, എന്റെ ഒരു ഇതിൽ ഇടാനെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി എടുത്ത സംഭവമാണ് ആ വീഡിയോ. അപ്പൊ അതെനിക്കൊരു നല്ലതായിട്ട് തോന്നി. അപ്പൊ അതിന്റെ എതിരെ ഒരുത്തൻ കമന്റ് ഇട്ടപ്പോ ഞാൻ ഒരു സുഹൃത്തെ, നിങ്ങൾ എന്നെ തെറി വിളിക്കുക അല്ലെങ്കിൽ കമന്റ് പറഞ്ഞു. പക്ഷേ ഇവര് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരാണ്, ഒരിക്കലും മോശമായ കമന്റ് ഇടുന്നത് മോശമാണെന്ന് ഒരു പുള്ളി ഒരു സോറി പറഞ്ഞു. എന്റെ ഇൻസ്റ്റാഗ്രാം അഭിലാഷേട്ടാന്ന് പറഞ്ഞു ഞാൻ കമന്റ് കിടക്കുന്നുണ്ട്. അത് എനിക്ക് ആദ്യമായിട്ടാണ് കുറെ ആൾക്കാർ കയറിയിട്ട് ആ പുള്ളിയുടെ താഴെ ഇവിടെ അയാൾ നല്ല വീഡിയോ അല്ലേ ചെയ്തത്, മോശപ്പെട്ട വീഡിയോ ആണ് ചെയ്തത്, അത് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞൊരു കമന്റ് വന്നു. അപ്പൊ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് വരും. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയും. ബിഗ് ബോസ് തുടങ്ങി, ഇനിയിപ്പോ അടുത്ത സീസൺ അല്ല ചിലപ്പോ ഇടയ്ക്ക് മറ്റേ ബിരിയാണി വൈൽഡ് കാർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നുണ്ട്. അല്ല തുടർന്ന് അപ്പൊ ഇതേപോലത്തെ കണ്ടന്റുകൾ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് ഇതേപോലെ ഇപ്പൊ നിങ്ങളുടെ ഫേസ് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നല്ല വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. ആർക്ക്? നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നത്, നല്ല ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഞാൻ ബിരൂപന്നൂർ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിന് ഈ വർഷത്തെ ഒരു അവാർഡ് എനിക്കുണ്ടെന്നാണ് അതിനൊരാള് പറയാം. അല്ല ബിരൂപന്നൂർ ചെറിയൊരു കഥയായിരുന്നു. കാരണം ഞാന് മറ്റേ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു, ആ പെണ്ണ് എന്നെ കാണുന്നു, അപ്പൊ പറയാണ് ആദ്യമേ പെണ്ണ് വിളിക്കും പറയും, ചേട്ടൻ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, നേരിട്ട് വാ, വന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ കല്യാണം റെഡി എന്നുള്ള രീതിയിൽ പറയാണ്. ഞാൻ ചെന്ന് പോയി കഴിഞ്ഞപ്പോ പെണ്ണൂർ ഒരാളെ കാത്തുക, നിങ്ങളൊന്ന് പോവാന്ന് ചോദിക്കും. അപ്പൊ പറയും ഞാൻ പെട്ടെന്ന് ഞാൻ എന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് അടിക്കുമ്പോൾ തെളിഞ്ഞു വരുമ്പോൾ നിങ്ങളായിരുന്നോ അശോ എന്ന് പറഞ്ഞ ആ ലേഡിയുടെ ആക്ടിങ്ങിൽ എല്ലാരും കൈയടിച്ചു. നല്ലൊരു പെർഫോമൻസ് ആണ് അതിനകത്ത്. അപ്പൊ ഏറ്റവും അവസാനം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കുളിച്ചുകൊണ്ടാണ് എന്റെ സൗന്ദര്യം ഇങ്ങനെ കൂടിയെന്ന് പറഞ്ഞ സാധനങ്ങൾ. അതിന് ഈ വർഷത്തെ ദേശീയ അവാർഡ് ചിലപ്പോ എനിക്കായിരിക്കും. ഞാൻ പറയുകയാണ്. അങ്ങനെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് മാത്രമാണോ അതോ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തു? ഏതാ ഇപ്പൊ ഈ പറയുന്ന കുറെ പണം വേണമല്ലോ, പണം വേണം, ജീവിക്കാൻ പണം. തീർച്ചയായിട്ടും പ്രശസ്തി ആവശ്യമാണ്. പ്രശസ്തി വേണം, പ്രശസ്തി വേണം. അത് തന്നെ. അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാം ആയില്ലേ? ഈ പറഞ്ഞ എല്ലാം ആയില്ലേ? പ്രശസ്തി ആയി, പണമില്ല. ഞാനേ ഒരു റബ്ബർ ബാൻഡ് കിട്ടിയ ഫോണാണ് എന്റെ, ഞാനവിടെ കാണിക്കുന്നില്ല. അപ്പൊ ഒരു കോള് വന്നു എനിക്ക്, ഹലോ അഭിലാഷ് ചേട്ടാ എനിക്കൊരു 500 ഇടും അല്ല 1000 ഇടുമെന്ന് ചോദിച്ചു. അപ്പൊ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോയി എല്ലാം തീർന്നു, ഫോണിന്റെ എല്ലാം താഴേക്ക് പോകും. ഞാൻ ആയിക്കോട്ടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേക്കാലോ. അതായത് രാമചന്ദ്രൻ പഠിച്ചു, പക്ഷെ പഠിച്ചില്ല. ആരും പഠിത്തത് അതെന്താന്ന് അറിയില്ല. ഇത്രയും ഭയങ്കര വൈറലായിട്ട് എന്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റാത്ത? പണം വരുമായിരിക്കും ചിലപ്പോ വരും, പക്ഷെ ലോട്ടറി എടുക്കണം പരിചയമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പണം വരുന്നില്ല അതില്. കാരണം എനിക്ക് പിന്നെ വേറെ പ്രശ്നം എന്ന് പറയുമ്പോ നമ്മളെ ഞാൻ സന്തോഷ് പണ്ഡിറ്റ് പുതിയൊരു സിനിമയില് വില്ലൻ ക്യാരക്ടർ ചെയ്തു, എന്റെ ഷൂട്ട് കഴിഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ അദ്ദേഹത്തിനെ കൃഷ്ണൻ രാധയൊക്കെ കണ്ടപ്പോ ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ശരിക്കും ചിരിച്ച് മരിച്ചിട്ടുണ്ട് ആ സിനിമ കൃഷ്ണൻ രാധ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അദ്ദേഹത്തിന്റെ പടത്തിൽ ഒരു വില്ലൻ വേഷം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ പടത്തിന്റെ സ്റ്റണ്ട് അറിയാലോ, അദ്ദേഹം ഇവിടെ ഇങ്ങനെ തൊഴിക്കുന്ന ഒരു സീൻ, 2 പേര് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് എന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ തെറിച്ചു പോണത്. സംഭവം എന്ന് വെച്ചാൽ ഫൈറ്റ്, അങ്ങനത്തെ ഒരു ഫൈറ്റ്. പക്ഷെ നമ്മൾ ചിരി വരും, പക്ഷെ നമ്മളത് അറിഞ്ഞ് ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ പടത്തിൽ ചെയ്യാന്ന് ഒരു വലിയ കാര്യം. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്തോട്ടെ, എന്താന്ന് പറയാ, ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവങ്ങൾക്ക് കൊടുക്കുകയാണ് അദ്ദേഹം. യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അത് പാവങ്ങൾക്ക് കൊടുക്കുന്നുള്ളൊരു ഇതാണ് സംഭവം. ഇപ്പൊ അഭിലാഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയുണ്ടാവും. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു പുല്ലുമില്ല, ആർക്കും ഒന്നുമില്ല. ഞാന് കാരണം ഇപ്പൊ ചില ആളുകള് തിലകൻ കലാപ്രതിഭ പുരസ്കാരത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടപ്പോൾ അതിൽ മോശമായ കുറെ കമന്റ്സ് കണ്ടു. തിലകൻ കലാപ്രതിഭ പുരസ്കാരം തിലകൻ സാറിന്റെ മക്കൾ വരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് തൃശ്ശൂര്. അവിടുത്തെ മെമ്പറാണ് ഞാനിപ്പോഴും. അവിടുത്തെ ആൾക്കാരാണ്, അതും നമ്മുടെ സിനിമയുടെ പേര് പറയാം, മധുരരാജിലെ പ്രൊഡ്യൂസർ. ആ സാറാണ് എനിക്ക് തന്നത്. അന്ന് ശിവജി ഗുരുവായൂർ സാർ ഉണ്ടായിരുന്നു, സുനിൽ സോചേട്ടൻ ഉണ്ടായിരുന്നു. അത് തന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരെ അറിഞ്ഞുകൊണ്ട് തന്നാണ്. ഒരു വലിയൊരു നടൻ
ഞാൻ പേര് പറയുന്നില്ല. അത് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന നടൻ ഇവരെ വിളിച്ച് അയച്ച മെസ്സേജ് അയച്ചാണ് കേൾപ്പിച്ചു തന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. പക്ഷെ ഞാൻ ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. പക്ഷെ പുള്ളി പറയണ എന്തുകൊണ്ട് ഇവന് ഈ സാധനം കൊടുക്കുന്നു, എന്താണ് അർഹതപ്പെട്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ചോദ്യം. ഞാനൊന്നും വേണ്ടില്ല, ചെപ്പോട്ടെ ഇടാന്ന് കുഴപ്പമില്ല, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള അഭിലാഷം, നീ ചോദിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. നിന്നെ ഇഷ്ടമാണ്, നിന്റെ പ്രവൃത്തികൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ അവാർഡ് ഞാൻ നിനക്ക് തരുന്നതെന്ന് പറയും. അങ്ങനെ ഒരു പുരസ്കാരം നമുക്ക് കിട്ടി. പക്ഷെ അത് ഫ്ലക്സ് വെക്കാനൊന്നും ആൾക്കാരുണ്ടായില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തു. മോറ്റക്കാർ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ നെഗറ്റീവ്, ഞാൻ സുനിമോളും ഇങ്ങനെയൊക്കെ എന്റെ പടമാണെങ്കിൽ 16 കമന്റ് വരികയാണ്. അത് മലപ്പുറം അവരുടെ തന്നെയാണ് അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞേ, പക്ഷെ നല്ല രീതിയിൽ കമന്റ്സ് വരത്തില്ല. നല്ല അല്ല അങ്ങനത്തെ ഫോട്ടോസ് ഇടാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു പല രോഗികളുടെ ഫോട്ടോസ് വെച്ചുള്ള പല ഉണ്ട്. ആര് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കണോ? കാരണം ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അടുത്ത് കയറി വരുവാണ്, അതും ഒരു കാരണം. പക്ഷെ സത്യമാണെന്ന് പറയാൻ വിളിച്ചു ചോദിക്കാൻ നിൽക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാണല്ലോ എല്ലാവരും ഷെയറോട്. അല്ല നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയക്ക് സത്യസന്ധമായ കണ്ടന്റുകൾ, നല്ല കണ്ടന്റുകൾ ആവശ്യമില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം എന്റെ നാട്ടിൽ നടന്നു, അത് പറഞ്ഞ കുഴപ്പമുണ്ടോ? ഭയങ്കര വലിയ കഥയാണ്. വലിയ കഥയല്ല, ഒരു ഹോട്ടൽ പ്രശ്നം ഉണ്ടായില്ലേ? തല്ലലൊന്നും ഉണ്ടായില്ല. ആ വീഡിയോ കാണുന്ന ആർക്കും അറിയാം, ജസ്റ്റ് ആ വീഡിയോയിലുള്ള സംഭവം എന്താണെന്ന് അറിയാം. അദ്ദേഹം പിടിച്ച് എന്നെ തള്ളി ഇവിടെ കൊണ്ടുപോയി അങ്ങനെ. കണ്ടന്റ് അല്ല, അത് ശരിക്കും നടന്നൊരു കഥ. അത് നടന്നത് മാഹിന്റെ ഒച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച മാഹിന്റെ സംഭവം. അപ്പൊ അവന് ആരോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, നീ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നീ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവര് തമ്മിൽ അയച്ച മെസ്സേജ് എന്നെ കേൾപ്പിക്കുക. ഞാൻ പറയുന്ന പൊന്നെ മാഷ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞു വരുത്, ഇവന്റെ വീടിന്റെ തൊട്ട് താഴെ ഒരുത്തനോട് സപ്ലയർ ആയിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ പൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവനത് മുതലാളിയുടെ ചെവി എത്തിച്ചു. അത് കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചേട്ടൻ വന്ന് എന്നോട് മാന്യമായിട്ട് അവിടെ പറഞ്ഞേ, എന്നോട് പറഞ്ഞു, അഭിലാഷേ ഫുഡ് കഴിച്ചിട്ട് പോകുക, കാരണം തെറി എന്നോട് പറയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഷോക്കായി പോയി. ഞാൻ തെറി ഒന്നും പറഞ്ഞില്ല, ആ ഹിന്ദിക്കാരായിട്ട് സംസാരിച്ചോണ്ട് ഹിന്ദി പായ ഉണ്ടാകും അവിടെ. ചേട്ടാ ഞാൻ തെറി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നെ ന്യായീകരിക്കാൻ നോക്കുന്നത് ഞാൻ ചെയ്തില്ലാത്ത കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സ്ഥാനത്ത് അവിടെ ഒരു വഴക്കുണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ തിരിച്ചതുപോലെയല്ലേ പ്രതികരിക്കും. കാരണം നമ്മളിപ്പോ ശക്തി ഒന്നുമല്ല, നമ്മൾ ആ രീതിയിൽ നിൽക്കും. കാരണം അത് കഴിഞ്ഞപ്പോ എന്ന് പറയുമ്പോ ചേട്ടൻ വന്നു ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോ മാങ്ങി വീണ്ടും പറയാം, എന്റെ കൂട്ടുകാരോട് പറഞ്ഞ് മോശമായി. അപ്പൊ ആ സപ്ലയറെ അവൻ വെല്ലുവിളിച്ചു, നീ വെളിയിലേക്ക് ഇറങ്ങി വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ പറഞ്ഞു. പിന്നെ ആ ചേട്ടനും പറഞ്ഞു, അതാ നീ ചെല്ലണമെന്ന് പറഞ്ഞ ചേട്ടൻ ആ സപ്ലയറെ വിളിച്ച് വെളിയിലേക്ക് നിർത്തി. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സംഭവമാണ് അവിടെ നടന്നുള്ളൂ. ഇത് ജനങ്ങൾ ആ ഉണ്ടായിക്കഴിഞ്ഞ്, എനിക്ക് ഇത് പറയാൻ കാരണം പറയാ, ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായി. കാരണം ഈ ഇദ്ദേഹത്തിന്റെ അനിയനും ഞാനും നല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ ബ്ലോഗ് ചെയ്യാറുണ്ട്. ഒരുമിച്ച് കടയിൽ പറഞ്ഞു. അവൻ പറഞ്ഞു, പോട്രാവി ചേട്ടൻപള്ളിയിലേക്ക് നീ ഒരു ചേട്ടനെ പോലെ കാണണല്ലേ വീട്, അതൊന്നും മനസ്സിൽ വെക്കണ്ട, കത്തിക്കുത്ത് വരേണ്ടാണ് നാടല്ലേ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം തീർന്ന് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ, ആ ബായി പിടിച്ച വീഡിയോ മറ്റവൻ അവിടുത്തെ ഒരു സപ്ലയർ ഉണ്ടായിരുന്നു, ബിജു എന്ന് പറയും, ഇവന്റെ ഫോണിൽ കിടക്കണ്ടത് ഇവനാർക്കും ഇട്ട് കൊടുത്തപ്പോ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയി ക്യാപ്ഷൻ ഇട്ട്. മനസ്സിലാകണത് ആരും ഇട്ടോട്ടെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യും. ഞാൻ ഒരു കാര്യം പറ്റി, ആ ഹോട്ടലുകാരെ പൊക്കി പറയുന്നതല്ല. 10,000 രൂപയുടെ ഫുഡ് കഴിച്ചാൽ അവരുണ്ടല്ലോ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ പൊക്കോന്ന് പറയുന്ന ആൾക്കാരെ അവർ ഒരിക്കലും പിടിച്ചു നിർത്തത്തില്ല. അതെനിക്കറിയാം. പറയുന്നവര് പറഞ്ഞോട്ടെ, ഇപ്പൊ ഞാൻ അവർ ഇതായിട്ട് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ അവരെ കുറ്റമായിട്ട്. പക്ഷെ ഇതിനു മുമ്പും അതിനുശേഷം നിങ്ങൾ അതേപോലത്തെ കുറെ കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങളുടെ അടുത്തൊരു കാര്യം പറയാണ്, നമ്മളിപ്പോഴും ചില തെണ്ടികള് നമ്മളൊക്കെ ഇതിൽ വന്നിട്ട് നിങ്ങൾ ഒരു ഫുഡിന്റെ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നീ അടുത്ത അടി വാങ്ങുവാണോ, അവിടുത്തെ കടയിൽ നിന്ന് ഫ്രീ ആയിട്ടാണ്. കടയിൽ ഫ്രീ ആയിട്ടൊന്നും അല്ല, എല്ലാവരും പൈസ കൊടുത്തിട്ട് കഴിക്കണം, മനസ്സിലായില്ലേ? ഉള്ളതിനൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവമല്ല. അത് എഴുതിയിട്ടപ്പോൾ കുറെ പേര് നമ്മൾ കാണുന്നൊരു പുച്ഛത്തോളം നിനക്ക് പൈസ കൊടുത്ത് കഴിക്കാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദ്യമായിട്ടാണ് ജീവിതത്തിലെ കണ്ടന്റ് വിജയിച്ചത്. മറ്റെല്ലാം കണ്ടന്റ് ചെയ്ത് ഒറിജിനൽ കണ്ടന്റിലേക്ക് വന്നു വിട്ടു. അങ്ങനെ സംഭവം ഉണ്ടായി. അതിലേക്ക് ഏതിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് അവരുടെ പല പരിപാടിയിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇരുന്ന ഒരാളാണ്. അവരുടെ കുടുംബ സംഗമത്തിനൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്. അതായത് സ്നേഹമുള്ള ആൾക്കാരാണ്. ഒരു നിമിഷം ആ കടയിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ചേട്ടനോട്, ചേട്ടാ അഭിലാഷ് എന്ന് പറഞ്ഞ മിണ്ടിയ വ്യക്തിയാണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു സങ്കടത്തിൽ വരാം. മനുഷ്യന്റെ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ജസ്റ്റ് കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സുഹൃത്ത് എന്ന് വന്നത് ബാബുരാജ് എന്ന് പറയാം.
അവൻ കാരണം അവിടെ വരണ്ടി വന്നു. അവൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം വന്ന് പറഞ്ഞ് ഞങ്ങള് അവിടെ വീഡിയോ എടുക്കും. ഇവനെ കൂടെ വീഡിയോ എടുപ്പിക്കാനാണ് ഞാൻ അതിന് വിളിച്ചത്. അപ്പം ഇവൻ മന്നതിന് മുമ്പ് ചെന്നപ്പോ ആ ചേട്ടൻ സംസാരിച്ച് മിണ്ടി 10 മിനിറ്റ് കൊണ്ട് അത്. അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നു. ഇപ്പൊ നാളെ കണ്ടല്ലോ ചേട്ടാന്ന് വിളിച്ച് അവിടെ തീരുന്ന പ്രശ്നം. അല്ലെങ്കിൽ മിണ്ടി പറഞ്ഞു പോണേ. പക്ഷെ ചിലവരുണ്ടല്ലോ കുത്തിത്തിരിപ്പ് വലിയ വിവാദമാക്കി മാറ്റാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിത് ഏറ്റി പിടിച്ചിട്ട് എന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള സിനിമകൾക്ക് അഭിലാഷേട്ടൻ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ടാവില്ല, പരിചയം ഉണ്ടാവില്ല. എന്താണ് ആളെ കുറിച്ചുള്ള അഭിപ്രായം? ഫേസ്ബുക്ക് ഫ്രണ്ട് ആണെന്നേ ഉള്ളൂ, അല്ലാതെ വിളിയും കാര്യങ്ങളൊന്നും. ഞാൻ ചോദിച്ചത് പുള്ളി ചെയ്തിരിക്കുന്ന കോണ്ടന്റുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്താണ് അതൊക്കെ കാണുമ്പോൾ തോന്നിയത് ഒരു സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ? കലാഭവൻ ചേട്ടന്റെ പാട്ട് പാടി ആ സൗണ്ട് ഒക്കെ കൊടുത്തിട്ടില്ലേ, അപ്പോഴാണ് ഫ്രണ്ട് ആയത്. പുള്ളിക്ക് നല്ല കഴിവുണ്ട്. ഒരു മിനിറ്റ് ചോദിക്കാം, അഭിപ്രായം അറിയട്ടെ. കൂടെ ഉള്ള ആളുകൾ എന്താണ് അഭിലാഷേട്ടത്തെ പറ്റി ചിന്തിച്ചു വെച്ചേക്കണെന്ന് അറിയണമല്ലോ. അല്ല എന്റെ കൂടെ നല്ല രീതിയിലാണ്. അങ്ങനെയല്ല ചോദിച്ചേ, എന്താണ് പുള്ളിനെ പറ്റിയുള്ള അഭിപ്രായം മൊത്തത്തില്? ഇതുവരെ ചെയ്തിരിക്കുന്ന കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും പുള്ളി ഇങ്ങനെ ചെയ്ത് നടക്കേണ്ട ഒരാളാണോ? കൂടെ ഉള്ള ആളുകളെ പറയണം. ഒരുപാട് സിനിമയൊക്കെ കിട്ടേണ്ടതാണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ്. സിനിമ പിന്നെ തമാശ കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിക്കുന്നത് തന്നെ തമാശയാണ്. ഇങ്ങനെ നടക്കേണ്ട ഒരു വ്യക്തിയാണ്. അതന്നെയാണ് പറയാൻ. അങ്ങനത്തെ കമന്റുകളൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നാറ്? നമുക്ക് ഒരു ആനന്ദ കണ്ണീര് ഇപ്പൊ തന്നെ സിനിമകൾ പറഞ്ഞപ്പോഴായി. അപ്പൊ ചെറിയൊരു എന്റർടൈൻമെന്റ് കൊടുക്കാം സിനിമകൾക്ക്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടനെ ഞാൻ അവതരിപ്പിക്കാം. അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിന്റെ മകനായിട്ട് ഇപ്പൊ നമ്മൾ നല്ല സൗഹൃദം നിസാർ മാമുക്കോയൊക്കെ ആയിട്ട് സൗഹൃദമാണ്. അപ്പൊ സിനിമകളൊന്ന് പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ അവതരിപ്പിക്കുന്നത്. മാമുക്കോയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പഴയകാല സിനിമയിൽ നിന്ന് ഒരു ഡയലോഗ്സ് ഞാൻ എടുക്കാം. റാഞ്ചി റസ്മിക്ക്. അപ്പൊ അത് ഒറിജിനലായിട്ട് തോന്നുവാണെങ്കിൽ കൈ ശരിക്കും കാണിച്ചോളാം. തലയിൽ അല്ല കൂവോ അല്ലെങ്കിൽ ഈ കൈ ഇതിന്റെ 2 സൈഡിലേക്ക് ആയി വരുന്നത് കേട്ടോ. ഓക്കെ, റെഡി? വാലിസ്ന എവിടെയാണ് മോനെ നീ അവിടെ ഉറച്ചിരിക്കുന്നേ? കുറച്ചോന്നടുത്ത് നമുക്ക് തരാനുള്ള പൈസ അല്ലെങ്കിൽ ഓള് കെട്ടി തൂങ്ങിച്ചാവെന്ന് പറഞ്ഞ വേള. എന്റെ പൊന്ന് വാലിസ്ന, മത്താഴ്ച ഒന്നും പറഞ്ഞു കൊടുക്കുക നമ്മളെ അവസ്ഥ. മോനെ വാലിസ്ന, അടുത്ത ആഴ്ച വരുമ്പോ നമ്മൾ കുറച്ച് ആളെ കൂട്ടി വരും. വേറെ ഒന്നിനല്ല, നിന്നെ തല്ലാനോ അല്ലാതെ നല്ല വാലിസ്ന. നമ്മളിവിടെ കിടന്ന് മയ്യത്തായി കഴിഞ്ഞാൽ നമ്മളെ മയ്യത്ത് നാട്ടിലൊക്കെ കൊണ്ടാനാ. വാലിസ്ന അഞ്ച മോനെ. അല്ല ഞാൻ കണ്ട ഇതേപോലെ കഴിവുള്ള ഒരു വ്യക്തി ഇതേപോലെ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ ഒരു ഓഡിയൻസിനാണെങ്കിലും. ഞാൻ എന്റെ ചാനലിൽ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ ശരിക്കും നിങ്ങൾ പാട്ട് പാടാനായിട്ട് കണ്ണീര് എന്നാണ് എന്റെ. അത്രത്തോളം നിങ്ങൾ നല്ല കഴിവുള്ളൊരു കലാകാരനാണ്. അതിനുശേഷം നിങ്ങൾ കുറെ കോമാളിത്തരങ്ങൾ കാണിച്ച് നടക്കുന്ന കാണുമ്പോ ബായ് പറഞ്ഞുകൊണ്ടൊരു കാര്യം വേണ്ടേ. ഇനിയിപ്പോ നമ്മള് മണിച്ചേട്ടന്റെ പാട്ട് സങ്കടം വരും, മണിച്ചേട്ടൻ. പക്ഷെ മണിച്ചേട്ടന്റെ ഈ ഒരു പാട്ടിന്റെ ഒരു വരി കേട്ടപ്പോ മാത്രമാണ് എനിക്ക് ചെറിയ ഫീലിങ്സ് ഉണ്ടായുള്ളൂ. സാറ് മുമ്പായി കൊച്ചാണ്ടൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ഫീലിങ്സ് എന്ന് വെച്ചാൽ ഒരു സങ്കടം തോന്നിയിട്ടില്ല. ഈ ഒരു വരി നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ, ജസ്റ്റ് ആ വരി മാത്രം. കാര്യം ചക്ക നല്ലതാണോപ്പേ, നമുക്കുണ്ണി വലിയതല്ലോപ്പേ, മറ്റാർക്കും ഈ ഗതി കേണ്ടി വരുത്തല്ലേ പൊന്നേ. അമ്മയുടെ തങ്കക്കൂടമ്മേ നീ എവിടെ? തെക്കേ പുറത്തെ പ്ലാവന്റെ ഒപ്പേ വരിക്ക ചക്കിണ്ടി. ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ. ചക്കാമുറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൊളിപ്പാട്ടു പാടിയ നേരം കുഞ്ഞുറങ്ങി. ആ ഉറക്കം പൊന്നും കട്ടെ സഹിച്ചൂടാ. ഉമ്മാനത്തെ ചായ്പിരിയിലൊപ്പേ കാലൊടിഞ്ഞ കട്ടിലതുണ്ട്. കട്ടിലുമ്മേ മൂടി പുതച്ച് ഉണ്ണിടച്ചൻ, കട്ടിലുമ്മേ മൂടി പുതച്ച് ഉണ്ണിടച്ചൻ കാലം കഴിക്കണ്. എന്നോടൊന്നും മിണ്ടിയിട്ടെത്ര നാളായേ പൊന്നെ. ആ ഉറക്കം പൊന്നും കെട്ടെ. ആ ഒരു പാട്ട് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ചക്കുകുരു തൊണ്ടയിൽ കുടുങ്ങി
അത് കാരണം പല കുട്ടികൾ ഇന്നത്തെ അറിയാലോ ആക്സിഡന്റിലും പലതിലും ഇപ്പൊ കഴിഞ്ഞ വാർത്തകളിലൊക്കെ പലതില്ലേ. അപ്പൊ നമുക്ക് ആ മനുഷ്യന്റെ കാരണം അദ്ദേഹം മരിച്ചപ്പോഴൊരു അദ്ദേഹം നമ്മളെ വിട്ട് പോയപ്പോഴൊരു പാട്ട് രണ്ടുപേരാണ്. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിലി തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ല് തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ തെല്ല് തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നത് അതാ. ഇപ്പൊ നമ്മുടെ നവാസ്ക ഒരു വാക്ക് പറഞ്ഞു ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ അല്ലെ, ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് ഇതായി പോകുന്നു. പക്ഷെ ആ ഒരു പാട്ട് അദ്ദേഹം എഴുതിയില്ലേ, ആ മരണത്തിന് സമയത്ത് ആ പാട്ട് റിലീസ് ആ പാട്ട് ഇട്ട് കഴിഞ്ഞപ്പോ നമുക്കുണ്ടായിരുന്ന ഫീലിങ്സ് മനുഷ്യരുടെ. പിന്നെ നമുക്ക് കരച്ചിൽ വന്നേക്കണെന്ന് പറഞ്ഞ ഒരു ചോറ് ഒരു പയ്യൻ വന്നിട്ട് വിശക്കോ എന്ന് പറയണ്ടേ, അതിന്റെ ഒരു കഥ പുള്ളി പറഞ്ഞായിരുന്നു ഇതില്. ഒരു ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വന്നിട്ട് എനിക്കൊരു ഒരു 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 കുറച്ച് ചോറ് തരാമെന്ന് പയ്യൻ ചോദിക്കും, മനുഷ്യൻ തരാന്ന് പറയും. അന്ന് ചോറ് തീർന്നു. അപ്പൊ പയ്യൻ ചോറ് തീർന്നില്ലെന്ന് ചോദിക്കുമ്പോ മണിച്ചേട്ടൻ കഴിച്ചോടുന്ന ചോറിൽ പകുതി കൊടുത്തു. അന്നേരം അവന് ആർത്തിയോടെ തിന്നു പറഞ്ഞ പുള്ളി അയ്യോ കണ്ണിക്കടയിലെ കുടുകുടുകൂടാന്ന കണ്ണീര് വീണത്. ആങ്കറിങ് ആയിട്ടിരിക്കുന്ന പെങ്കൊച്ച് ഇങ്ങനെ തുറച്ചു കളഞ്ഞത് മണിച്ചേട്ടൻ. അത് ആ ഒരു വീഡിയോ എത്ര ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് എനിക്കറിയില്ല, കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മനുഷ്യരാണ് ഉള്ളത്. മണിച്ചേട്ടനെ പലരും ചോദിച്ചിട്ടുണ്ട്, പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. മണിച്ചേട്ടന്റെ മുമ്പില് വസന്ത രക്ഷയില് അവതരിപ്പിച്ച് കാണിക്കുന്ന ഒരു ഭാഗ്യമുണ്ട്. അതുണ്ടായപ്പോൾ ഞാൻ ആദ്യം വേറെ ആർട്ടിസ്റ്റിനോടാണ് ഞാൻ ചോദിച്ചത്, ചേട്ടാ ഞാനിങ്ങനെ മണിച്ചേട്ടന്റെ വസന്ത ലക്ഷ്യയിലെ ശബ്ദം ചെയ്യും, അപ്പുറം കേൾപ്പിക്കുന്ന പറയുമ്പോൾ ഞാൻ എടുത്ത് പിള്ളേർ ഇതിലൊന്നും നാട്ടിൽ എന്റെ മോൻ ചെയ്യൂല്ലോ എന്ന് പറയും. ഇന്ന് മലയാള സിനിമയിൽ ഒരു താരമാണ് മകനും അച്ഛനും, ഞാൻ പേര് പറയണ്ട. അപ്പോ എനിക്കത് വിഷമായി പോയി. കാരണം പിന്നീട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ പടം നല്ലതാണെന്ന് ഞാൻ പല ഇതിലും മീഡിയ ഇത് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്ന് പറയാം, പക്ഷെ മണിച്ചേട്ടൻ ഒരു വാക്കേണ്ടതുണ്ട്, കുറച്ചുകൂടെ നന്നാക്കാണ്ടേ, നീ ശരിക്കും നന്നാക്കേ, മിടുക്കനായി വാ എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്കത് ഭയങ്കര എനർജിയാ. അന്ന് ഞാൻ ചെയ്ത ഈ സാധനം, മോളെ വസന്തി എന്ത് കിടപ്പാടി കിടക്കണേ, കൊച്ചെണ്ണ പോലെ തിരിക്കി കണ്ടില്ലേ, എല്ലാം മെയിൻ കൊത്തിരുന്ന തോന്നല്ല. അമ്മേ അച്ഛാ ഇവിടെ കാണണ്ടേ, മോളെ വസന്തി ഒച്ചേണ്ട പോലെ തിരിക്കി കണ്ടില്ലേ, വസന്തി അല്ല ചേട്ടാ ഇവളെ തെക്കേപ്പുറത്ത് എന്നോട് പറയാണ്ട് പോയി ഇങ്ങനെ കഴുതക്കുട്ടി. അല്ല തോമസാറ് വന്നോ, തോമസാറ് വന്നോ, തോമസാറ് പാവാ എന്നാ വാസന്തിനെ പോസ്റ്റോട്ടിൽ നിന്ന് വെട്ടിക്കരാണ്ട് തന്നീനി. ഞാൻ എങ്ങനെയാ നന്ദി പറഞ്ഞറിയില്ല. തോമസാറ് ഭാവാ, തോമാശാര് പാവാ, ആചാരി ബാവ, തോമാചാരി ബാവ, തോമസാര് ബാബ. എന്റെ വാസന്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വീട്ടില്ല ഞാൻ, ഹേറ്റില്ല ഞാൻ, വീട്ടില്ല ഞാൻ, ഹേറ്റില്ല ഞാൻ. അയാള് ചത്തോ എന്നെ എനിക്ക് കണ്ടുപോകണ്ട, അച്ഛ ലോകളൻ എനിക്ക് കണ്ടുപോകണ്ട, പോവാ. ആൾക്കാരുടെ സൗണ്ട് എടുക്കാൻ അറിയാം? ഞാൻ വേറെ നമ്മളെ അല്ല ഞാൻ ചോദിച്ചു എത്ര പേര് സൗണ്ട് എടുക്കാൻ അറിയാം, എത്ര പേര് ചെയ്യാൻ അറിയാം മൊത്തത്തില്? 10-15 പേരൊക്കെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് അപ്പൊ അതൊക്കെ ചെയ്ത് വെറുതെ സോഷ്യൽ മീഡിയയിൽ കാര്യം ചോദിച്ചാ അല്ല അങ്ങനെ സിനിമയിൽ എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും ഇപ്പൊ മഹേഷ് കുഞ്ഞുമോൻ അറിയില്ലേ? ഇത് തീർച്ചയായും മഹേഷ്. പിന്നെ വേറെ കാര്യം പറട്ടെ, നമുക്ക് ഈ ഒരു നടനെ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നറിയാം, ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം, അപ്പൊ പൊന്നപ്പനല്ല തക്കപ്പൻ, തനി തക്കമല്ലേ, സത്യമേ സത്യമേ, ആരാ വന്നിരിക്കെ കണ്ടു, പൊന്നപ്പൻ അല്ല തക്കപ്പൻ. എടാ എന്തോ സിനിമാ വേണ, ഓ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റല്ലോ. ഇനി വേണമെങ്കിലും എടുക്കാം,
രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ ഈ സീതയോട് ആദ്യമേ ഇരിക്കുന്ന ജനങ്ങളോട് ബൊക്കെ ഹാരം മാല ഹെതുവ എറിയുകയാണെങ്കിൽ ആദ്യമേ തന്നെ എറിയുക. ഞങ്ങളുടെ പാട്ട് തുടങ്ങുമ്പോൾ എറിയരുത്. ഹാര് ചീമൊട്ടയാണെങ്കിലും ബാക്കി കൊണ്ട് തന്നെ രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ എടത്തി പറഞ്ഞ ഇപ്പൊ ചില ന്യൂ ജനറേഷൻ പിള്ളേര് പറയുന്നു അടിച്ചുള്ളി പാട്ട് ഞാൻ പാടി പാൽക്കാരി പാട്ട പാലതായോ പാലത്തിലൂടെ പാചതുമായോ അടിപൊളി. അപ്പൊ ജയസൂര്യ ചേട്ടനല്ലേ, ജയസൂര്യ എന്നെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ജയസൂര്യ ചേട്ടനായിട്ട് ഞാൻ ബന്ധം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുണ്ട് അൻസാർ മാറാടി, കഥകളും ആൽബമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനും അൻസാറും കൂടെ ഈ സിനിമയുടെ ഇതിൽ പുറകോട്ടും മലർവാടി ക്ലബിന്റെ പൂജയ്ക്ക് പോവും. സുബേർക്കല്ലേ മരിച്ചുപോയ സുബേർക്ക കഷണ്ടി പഴയ പടത്തിലാണ്. സുബേർക്കായിട്ട് നല്ല സൗഹൃദമായിരുന്നു. പിന്നെ ആരോ മോഹൻ ചേട്ടൻ, മറ്റേ പ്രൊഡക്ഷൻ കണ്ടർ മുരുകൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ ടൈഗർ സിനിമയുടെ സെറ്റിലേക്ക് പോകാറുന്നു. അങ്ങനെ ജയസൂര്യ ചേട്ടനായിട്ട് കണക്ഷനായി. ജയസൂര്യ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ജയസൂര്യ ചേട്ടൻ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ജയസൂര്യ ചേട്ടൻ്റെ മുമ്പിൽ മിമിക്രി കാണിക്കുമെന്ന് പറയുമ്പോൾ ജിസ്മോൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ജസ്റ്റ് പോയി പ്രണയമാനത്ത് പോലും ഞാൻ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. ചേട്ടൻ പറയും ഞാൻ ചേട്ടൻ നമസ്കാരം ഉണ്ട് എടാ അങ്ങനെയല്ല ഇച്ചിരി ഇടതൊക്കെ എന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനെയൊക്കെ ഒരു നമുക്കൊരു സന്തോഷമുള്ളൊരു ഇതായിരുന്നു അവരൊക്കെ പറഞ്ഞു തരുമ്പോൾ. അപ്പൊ പുള്ളി അവതരിപ്പിച്ചിരുന്നത് MS ചേട്ടൻ്റെ സൗണ്ടാണ് ജയസൂര്യ ചേട്ടൻ. കാരണം പുള്ളിയുടെ നാട്ടുകാരൻ പേട്ടയിലാണല്ലോ MS ചേട്ടൻ. അപ്പൊ ഈയിടെ മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ സീരിയലിന്റെ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പെങ്ങളെ ഞാൻ കണ്ടു. അപ്പൊ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ MS സാറിന്റെ സൗണ്ട് ഒന്ന് ചെയ്തു കൊടുത്തു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു മെയിൽ ഇതൊക്കെ എങ്കിലും ഞാനൊന്ന് ചെയ്യാം. ഗുരുവായൂരപ്പ എന്താ പറയാ, ഈ പ്രേമന്തൻ ആളൊരു ജഗജല്ലാടിയല്ലേ. ആ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പാട്ടും വേണമല്ല കുട്ടിക്ക് ഇഷ്ടപ്പെടും, നല്ലൊരു പയ്യനാ. പിന്നെ ആളുകൾ പറയും താനും ഒരു പാട്ട് പാടുന്നു. ഞാനും പാടി മുക്കാലായില്ല. അപ്പൊ ഈ സൗണ്ട് കേട്ടപ്പോ പുള്ളിക്ക് നമുക്കത്ര ഇതല്ല, പക്ഷെ അവരുടെ ഒരു കണ്ണിലൊരു മരിച്ചുപോയ സൗണ്ട്. അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അതില് തീർച്ചയായിട്ടും. കാരണം പിന്നെ സുരാജ് ചേട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. കാരണം സുരാജ് ചേട്ടനാണ് ഈയിടെയാണ് സുരാജ് ചേട്ടൻ ആ ഒരു സ്റ്റോറി ഓർത്തത്. കാരണം എന്നെ പിടിച്ച് ചേർത്ത് നിർത്തി സുരാജ് വെഞ്ഞാറമൂട്. ഞാൻ രസികൻ സിനിമയിൽ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പാട്ട് നമ്മുടെ കലൂര് മണപ്പാട്ടി പറമ്പ് ഇല്ലേ കലൂര്, അവിടെ ദളവാത്തരവ് ഇങ്ങനെ സെറ്റ് ഇട്ടിട്ട് നീ വാ മാടി മോഹൻലാൽ അടിച്ച അതിന്റെ ഷൂട്ടായിരുന്നു. അബീക്ക ഉണ്ടായിരുന്നു. ദൈവമേ അബീക്ക പ്രണാമം. അപ്പൊ അബീക്ക കണ്ട സുരാജ് ചേട്ടൻ അബീക്കയുടെ ഗ്യാങ് ഉള്ള ഇതാണ്. അപ്പൊ ഇങ്ങനെ കട്ടൻ കാപ്പി കൊണ്ടുപോയി ഞാൻ കൊടുക്കും. അപ്പൊ അന്നേരം പുള്ളി കുറച്ച് മിമിക്രി ചെയ്യിപ്പിക്കും. ആ സമയത്ത് മൊബൈൽ ഫോൺ കുറവാണ്, വീട്ടിലെ നമ്പറൊക്കെ ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരാത്മബന്ധം പറഞ്ഞു ഞങ്ങൾ ഒരാഴ്ച കൊണ്ട്. അപ്പൊ ഈയിടെ ഒരു സിനിമയുടെ ഇതിൽ പോയപ്പോൾ പുള്ളിയോട് ഞാനത് പറഞ്ഞത് ഈടാ നീയോ, കാരണം ആ പഴയ ആ ഒരു ഓർമ്മയില്. പക്ഷെ അതൊരു സന്തോഷം തോന്നുന്നു. കാരണം അദ്ദേഹം പിന്നീട് ക്ലാസ്മേറ്റിലൂടെ വലിയൊരു നടനായി പോയി. അപ്പൊ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും താങ്കളുടെ ഒരു നില എങ്ങനെയായിരിക്കും? നിലയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ലക്ഷ്യം സിനിമയാണല്ലോ. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം 1-2 സീനിൽ നല്ല നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. മഹാരാജ് കോളേജിലായിരുന്നു എൻ്റെ ഷൂട്ട്. അപ്പൊ അതായത് സീനിയർ ഇതായിട്ടാണ് മറ്റേ കമ്മട്ടിപ്പാടത്തിൽ ദുൽഖറിന്റെ ചെറുപ്രായം ചെയ്ത പയ്യനാണ് നായകനായിട്ട് ചെയ്തത്. പ്രേംകുമാർ ഏട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ ആ ഒരു പടത്തിൽ നല്ലൊരു ചെയ്തു. പിന്നെ ചോല വിസ്കി, ഗുലാന്റെ തട്ടുകട, അങ്ങനെ കുറച്ച് സിനിമകൾ വരാനുണ്ട്. നായകനായ പടം പറഞ്ഞല്ലോ, അതത്ര ശോഭിച്ചില്ല. പക്ഷെ മാസ്റ്റർ മനാഫ് അതിനാടിന് സുമേഷ് കുട്ടിലക്കിനൊക്കെ നന്ദി പറയുന്ന സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഇനിയും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അഭിനയിക്കാനുള്ളൊരു ഇതുണ്ട്. സജീവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ആരെ പേര് പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് ഒരാളെ കാണാൻ ഇപ്പൊ 2 ഫോട്ടോ അവിടെ കൊണ്ടുവച്ചിട്ട് വിളിക്കാന്ന് പറയുന്നുണ്ട്. ഒരാഴ്ച ഞാൻ ഈ കെട്ടറമ്പണിക്ക് പോകാറുണ്ട്. ആ പൈസ കിട്ടുമ്പോൾ ഞാൻ എന്നിട്ട് പാലക്കാടൊക്കെ പോയിട്ടുണ്ട് ഒരു സിനിമയുടെ സെറ്റില്. അവിടെ ചെന്നിട്ട് നമ്മൾ കണ്ടിട്ട് അപ്പോൾ അവർ വിളിക്കാം, നമ്പർ തന്നേരെന്ന് പറയും. ആര് വിളിക്കാൻ പോയിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പലരും പറയും. സെറ്റുകളിൽ നമ്മൾ വിളിക്കും, കാരണം ഇന്ന ദിവസം വിളിക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമ തീരുന്നവരെ അവർ ഫോൺ എടുത്ത് ചരിത്രമില്ലാണ്ട് ഉള്ള അനുഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എടാ നിനക്കൊന്ന് വിളിക്കാൻ പാടാ, നിനക്ക് സീൻ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ എത്രാമത്തെ പുള്ളി വിളിക്കണേ എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓടി കയറി ചെന്ന് പറ്റാൻ പറ്റില്ല സിനിമയിൽ.
കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുമ്പോൾ അവര് നമ്മളെ ചിലപ്പോൾ ഒരു ഇതാവും. അതുകൊണ്ട് പറയാം, ഒരു സിനിമയിൽ എനിക്ക് ശരിക്കും ഒരു വേഷം പറഞ്ഞിരുന്നതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ട് കെട്ടിപ്പിടിച്ചുന്ന ഫോട്ടോ എടുത്ത് പുള്ളി എനിക്കൊരു വേഷം പറഞ്ഞതാണ്. പക്ഷെ ആ പടത്തിന്റെ അവസാന നിമിഷം വരെ ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളിനെ. പുള്ളി വിളിക്കുമ്പോഴൊക്കെ മാന്യമായിട്ട് പറയും, എടാ അടുത്ത ആഴ്ച വിളിക്കട്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാം, എറണാകുളത്ത് വരട്ടെ, ആഡ് ചെയ്യാം. അപ്പോ ചേച്ചി എന്തായിരിക്കും ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു.